ലോഗ് ഡിറ്റക്ട് ആവാത്തെ. ഓക്കെ ഇത് എന്റെ മറ്റേ അതെ മനസ്സിലായി. 8000 ഇത് 8001 അതിലത് ഇതായിപ്പോയത്. ഓക്കെ, അപ്പൊ ചെയ്യാൻ ഞാൻ അപ്പോഴത്തേക്ക് റെസ്യൂമേ നോക്കട്ടെ. എന്തായാലും കുറച്ച് സമയം എടുക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണട്ടാ മുഹമ്മദേ. ഫോൾഡറിലോട്ട് പോയിട്ടാണ് ആ PDF അല്ലേ മുഹമ്മദ് അയച്ച റെസ്യൂമേ? അതെ PDF 2 എണ്ണം, ഒന്ന് പ്രൊജക്റ്റും ഒന്ന് CV-യും. ഓക്കെ. എന്നാ HR ഉടനെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഞാൻ വേണമെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാം, എന്തെങ്കിലും കീവേഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് റിക്രൂട്ട് ചെയ്ത് ഇതായതുകൊണ്ട് അവർക്കും അതന്നെ അയച്ചു കൊടുത്തരാ. പ്രൊഫഷണൽ സമ്മറി, ടൂൾസ് ആൻഡ് ടെക്നോളജി. ഇതില് CD ഔട്ട് അല്ലേ രണ്ടാമത്? ലോഗ് ജനറേറ്റ് CD ഔട്ട്. ഔട്ടിൽ പോണ്ട, വേണ്ട. ആ ലോഗ് ജനറേറ്ററിൽ മാത്രം പോയാൽ മതി. ഓക്കെ. എന്നിട്ട് സ്പ്ലങ്ക് റൺ ചെയ്യാനുള്ള കമാൻഡ് കൊടുത്താൽ മതി. അതന്നെ. അപ്പൊ നേരത്തെ സ്പ്ലങ്ക് സ്റ്റോപ്പ് ചെയ്യണം കേട്ടാ. ഓക്കെ, അത് ഞാൻ ഇവിടെ ഞങ്ങൾ ബ്രേക്ക് ചെയ്തേക്കാം, കുഴപ്പമില്ല. ഓക്കെ. ക്ലോസ് ചെയ്തോളൂ ഞാൻ. ഡിക്ഷൻ സെർവർ പോയി. ഓക്കെ. സാറേ കമാൻഡ് കറക്റ്റ് അല്ലേ ഇത്? 8001 ആണോ 8000 ആണോ ലാസ്റ്റ്? 8000 കൊടുത്താൽ മതിടാ. അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 8001 കൊടുത്താൽ മതി. കറക്റ്റ് അല്ലേ? ഡോക്കർ സ്പേസ് റൺ. അതന്നെ. യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് ഹലോ വേൾഡ് ആട്ടാ മുഹമ്മദേ. ഇപ്പൊ നിന്റെ പാസ്വേഡ് അല്ല സാറേ, ഇത് സാറേ, ഇത് ഞാൻ അന്ന് മുന്നേ കൊടുത്തൊരു സെറ്റപ്പ് ആണത്. ഓക്കെ. ഇന്നലെ നമ്മൾ റൺ ചെയ്തത് ഈ ഒരു ഇതിലല്ലെന്നാണ് തോന്നുന്നത്. ഇന്നലെ നമ്മൾ റൺ ചെയ്ത വേറെ വഴിയായിരുന്നു. കുഴപ്പമില്ല, എൻ്റർ അടിച്ചു. ലോഗ് ജനറേറ്റിംഗ് റൺ ചെയ്താൽ നോക്കി, ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇനി ലോഗ് വന്നാ മതി. ഇത് ലോഗ് വരാനുള്ള പാസ് അത് മറ്റേ ഇതിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയാം. എന്തായാലും സ്പ്ലങ്കിൽ ലോഗിൻ ചെയ്തിട്ട് ഒന്ന് പറ കേട്ടാ. ഓക്കെ, സ്പ്ലങ്കിൽ HTTP. അവിടെ വല്ല മൂവീസ് വല്ല ഇറങ്ങാറുണ്ടോ? സിനിമ വല്ല ഇറങ്ങാറുണ്ടോ? സിനിമ ഇവിടെ ഇറങ്ങാറുണ്ട് സാർ. ചിലതൊന്നും ഇവിടെ വരത്തില്ല, പക്ഷെ ചിലതൊക്കെ ഇറങ്ങാറുണ്ട്. ലാസ്റ്റ് മറ്റേ നമ്മുടെ ഈയിടയ്ക്ക് ഒരു പടം ഇറങ്ങിയല്ലോ നമ്മുടെ ലോക, അത് തന്നെ പോയി കണ്ടത്. അതന്നെ ലോക. ഓക്കെ. ഏതൊരു ചെറിയ സ്ക്രീൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ കാരണം മറ്റേ സിനിമ പ്രൊമോട്ട് ചെയ്യത്തില്ലല്ലോ അങ്ങനെ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രൊമോട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അവര്. ഓക്കെ. തിയേറ്ററൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 20 പേരെ 30 പേരൊക്കെ തന്നെ മാക്സിമം. ഓക്കെ. റണ്ണായല്ലോ. ഇനി നേരെ ഒന്ന് സെർവറിൽ പോയി ഒരു 3 മിനിറ്റ് എടുക്കട്ടെ മുഹമ്മദേ. 3 to 4 minutes ആണ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ തന്നെ ഇങ്ങനെ വെച്ചിരിക്കാം. ഇത് കറക്റ്റ്, കമാൻഡ് കറക്റ്റ് ആണല്ലോ? 8000 അതന്നെ 8000 കറക്റ്റാ. HTTP ഓക്കെ, കൊടുക്കാം, നോക്കട്ടെ. കിട്ടി. ഓക്കെ, വെയിറ്റ് ചെയ്യാം. പ്രൊജക്റ്റ് സെക്യൂരിറ്റി പ്രൊജക്ട്സ് ആൻഡ് ടൂൾ ബിൽഡ് അല്ലേ? അതിനകത്ത് SS7 ഷീൽഡ്. ഓക്കെ. SS7 പ്രോട്ടോകോൾ ഒക്കെ ആഡ് ചെയ്തല്ലേ? വെരി ഗുഡ്. എന്തൊക്കെയാ കിട്ടിയത് നേരത്തെ ചെയ്ത്. പക്ഷെ ഇതിനകത്ത് ഒരു ടെർമക്സിൽ റണ്ണായി, പക്ഷെ ഇതിൽ കലി റണ്ണാണെങ്കിൽ എല്ലാം റൂട്ടിലാണ് പോയി കിടക്കുന്നത്. ഓക്കെ. ഓ എന്റെ മുഹമ്മദേ, ഈ റെസിമ കണ്ടിട്ട് എന്നെ നീ കടത്തി വിടല്ലോടാ. പക്ഷെ വേണം, എന്തായാലും വേണം. പ്രൊജക്ട് തന്നെ കുറെ ഉണ്ട്. ഇത് ഞാൻ എഴുതിയപ്പോ എന്റെ മൈൻഡിൽ മറ്റേ നമ്മളെ കട്ടപ്പ ബാഹുബലി ബൂസ്റ്റ് ചെയ്യുമല്ലോ, അഴിമതി സാമ്രാജ്യം.
ഞാൻ ചെയ്തപ്പോ ഞാൻ തന്നെ വായിച്ചിട്ട് ഞാൻ തന്നെ ബഹുമാനം കൊണ്ട് എണീച്ചു പോയി. ഇത് ഞാനാണോ ഇതൊക്കെ? ഓക്കെ, ബഗ് ബൗണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടല്ലേ? ബഗ് ബൗണ്ടി അതെ അതെ. റിസർച്ച് എന്ന് പറഞ്ഞത്. ഓക്കെ. ശരി. നസീഫിനെ കാണാനില്ല, എവിടെ പോയെന്തോ പാവം. ആ നസീബ്, എനിക്ക് ക്ലാസ് തീരാറായല്ലോ, അപ്പൊ പിന്നെ ഉം. ആ മുനീറ നിഷ ഇത് ഇവരാണെന്ന് എനിക്കൊന്ന് കോണ്ടാക്ട് അതന്നെ ചെയ്തേ. കോണ്ടാക്ട് ചെയ്തേ അതന്നെ HR ആ ഓക്കെ. ഞാൻ ഇന്നലെ എനിക്ക് ആദ്യം മനസ്സിലായി, ഞാൻ മറ്റേ EY എന്നുള്ളതായിരുന്നു വിചാരിച്ചു. പിന്നെ നമ്പർ വെച്ച് നോക്കിയപ്പോ നമ്മളെ CH ഇപ്പൊ ആ ഗ്രൂപ്പിനകത്തുണ്ട്. വർക്ക് ഓക്കെ എക്സ്പീരിയൻസ് സാർ. എസ്കോ CDI ഫ്ലെക്സോ ഡിജിറ്റൽ ഇമേജ് ഓപ്പറേറ്റർ. ഓ അത് ഇവിടെ ഇപ്പോഴത്തെ എന്റെ ജോലി അത് ഞാൻ ആഡ് ചെയ്തേനെ ഇപ്പോഴത്തെ, അത് ഇപ്പൊ കറണ്ട് ഓക്കെ സ്കില്ലിൽ ആഡ് ചെയ്തത്. അത് ഓക്കെ. കുഴപ്പമില്ലല്ലേ, മാറ്റം? ഇല്ല. കാരണം വർക്ക് എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ റിക്രൂട്ടർമാർ എപ്പോഴും നോക്കണത് നിങ്ങൾ വെറുതെ ഇരിക്കണുണ്ടോന്നാ നോക്കണേ. മീൻസ് വെറുതെ ഇരിക്കുവാണെങ്കിൽ ആ അതൊരു ബ്ലാക്ക് മാർക്കാ ശരിക്കും പറഞ്ഞു. അപ്പൊ ആ എന്തായാലും ഓക്കെ. ജോബ് എന്തായാലും ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. മറ്റേ മൊബൈൽ ടെക്നീഷ്യൻ എവിടെയായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്? ടെക്നിക്കൽ ലാവയിലുണ്ടായിരുന്നു, സാംസങ്ങിലുണ്ടായിരുന്നു, ഹാർഡ്വെയർ ആയിരുന്നു. ഓക്കെ. ഓ, എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? അത് 2000. ഏകദേശം ഒരു 7 8 വർഷം ഉണ്ടായിരുന്നു സാർ. കൂടുതലും ഷോപ്പുകളിലാണ് ഞാൻ എടുത്തോണ്ടിരുന്നത്, വർക്ക് എടുത്തിട്ട്. ട്രെയിനിങ് സാംസങ്ങിലായിരുന്നു. ഓക്കെ. പിന്നെ ഇതില് മറ്റേ ഓ, എന്താണ് പഴയ ലാസ്റ്റ് നിന്ന ഫോണാട്ടോ സർവീസ് ലാവ. സെന്ററാണ് ഈ ലാവ. അതിപ്പോ നിന്ന്. ഇല്ല ലാവ ഇല്ല കാർബൺ എന്ന് അല്ല, പറഞ്ഞിട്ട്. ഇവര് ഉണ്ടാ? മോട്ടറോള കൊളാബ് ഉണ്ടായിരുന്നു. മോട്ടറോള ഇല്ലേ, ഓക്കെ. ആ പണ്ടത്തെ അവരുമായിട്ട്. മോട്ടറല്ല. ഉം ഇപ്പോഴും ഉണ്ടോ? ഈ ഇപ്പോഴും ലാസ്റ്റ് നമ്മൾ ആൻഡ്രോയിഡ് തന്നെയാണ്. അതന്നെ ഇപ്പോഴും മോട്ടറോള ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പം ഫോണ് വന്നിട്ടുണ്ട്. എനിക്ക് നിന്നു പോയത് ലാവല്ല, കാർബൺ എന്ന് പറഞ്ഞൊരു ഫോണ് നിന്നു പോയായിരുന്നു. പിന്നെ അതെ, കാർബൺ, മൈക്രോമാക്സ്, മൈക്രോമാക്സ്. ലാവ, മൈക്രോമാക്സ് ഒനീഡ, അതന്നെ G5 എന്നൊക്കെ പറഞ്ഞ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. അതന്നെ. ഞാൻ അതൊക്കെ മാക്സിമം എടുത്ത് പഠിച്ചാണ് ആ സാധനം, ഇതിന്റെ ഹാർഡ്വെയർ. അന്ന് പിന്നെ ഓക്കെ. സോഫ്റ്റ്വെയർ ഒന്നും അത്ര ഇതിലല്ല, പഴയ നമ്മുടെ മറ്റേ എക്സ്പ്രസ് മ്യൂസിക് ഒക്കെ അല്ലായിരുന്നു ജാവ സോഫ്റ്റ്വെയർ. അതന്നെ. അപ്പൊ ഇത് എവിടെ പിന്നെയും പഠിച്ചത്? വന്നപ്പോ പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ ഒരു പോളിടെക്നിക് ഉണ്ട് സാർ, അവിടെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ മൊബൈൽ ടെക്നീഷ്യൻ, അതായത് ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ. അതായത് TVയുടെതൊക്കെയാണ് ഞാൻ പഠിച്ചത്. സാംസങ്ങിലോട്ട് എങ്ങനെ മാറി? അവര് ഇത് ചെയ്തതാണ്, അതായത് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ അവര് വിട്ടതാണ് അത്. ഓക്കെ. ഓ. അവിടെ നിന്ന് ഒരിടത്തൊരു പഠിപ്പിക്കുന്ന സാറിന്റെ കെയർ ഓഫിൽ എന്നെയും 2 3 ബാച്ചായിട്ട് വിട്ടതാണ്. ഓക്കെ. അന്ന് അങ്ങനത്തെ സാംസങ്ങിന് സ്കിൽസാ അധികം ഫോണൊന്നും വന്നില്ല. അന്ന് മാക്സിമം വന്ന ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ സാംസങ്ങിന്റെ ചാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഉണ്ടായിരുന്നു, ഉണ്ട്. ഫസ്റ്റ് ടച്ച്. അതാണ് ഏറ്റവും ഓക്കെ. ഹയർ മോഡൽ അന്ന്. ഓ, പിന്നെ അവിടെ കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ സ്കിൽസാ വേണ്ട ശരിക്കും പറഞ്ഞ. അതാ പിന്നെ ഇത് ഫ്ലെക്സോ ഡിജിറ്റൽ ഇമേജറിന്റെ ആണ്. ഇത് നമ്മളെ മറ്റേ പോളിമർ പ്ലേറ്റിനാണ്. ഇത് ഞാൻ അല്ലാതെ പിന്നെ ഇവിടെ നിന്ന് എടുത്ത് പഠിച്ച് പിന്നെ അതിന്റെ ഇത് തലവേദന കേസായിരുന്നു ഇത് പഠിച്ചത്. ഓ. ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു, ഈ എഴുത്തും കുത്തും. അയ്യോ. ഇത് 2018 ജോയിൻ ചെയ്തതാണല്ലേ അവിടെ? 18 ജോയിൻ ചെയ്തതാണ്, അതാ ഫ്ലഡിന്റെ സമയത്ത്. ഓ, ഈ സൈബറിലോട്ട് എങ്ങനെയാ താല്പര്യം വന്നേ? സൈബറിലോട്ട് ഞാൻ ഒരു സീരീസ് ഉണ്ട് സാർ, നമ്മളെ റോബോട്ട് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ടായിരുന്നു. മിസ്റ്റർ റോബോട്ട്. ഇത് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ അതിന്റെ ഒരു ത്രില്ലിലോട്ട് പോയിട്ട് അങ്ങനെ നിന്ന് ആ ലാസ്റ്റ് ഇതിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് റെഡ് ടീമിന്റെ ആഡ് കയറി വന്നത്. എനിക്ക് മറ്റേ പരസ്യം ഉണ്ടല്ലോ, ഓ. പിന്നെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അങ്ങനെ കയറി പഠിച്ചതാണ്. ഓക്കെ. അന്ന് എന്റെ ഇരുന്ന ലാപ്ടോപ്പ് വേറെ ഒരു അതിലാണ് ഞാൻ VMware ഇതൊക്കെ വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത്, അതാണെങ്കിൽ നിന്ന് തൂങ്ങുമായിരുന്നു. അവസാനം പിന്നെ വെർച്വൽ ബോക്സിലേക്ക് മാറി. ഓ. അയ്യോ, ഒരു സംഭവമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ഞാൻ കയറി എനിക്ക് അത് ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ടോപ്പിക്കാണ്. പിന്നെ ഹാക്കിംഗ് ഒക്കെ ടോപ്പിക്കാ. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ IP അഡ്രസ് കണ്ടുപിടിക്കുന്നതിന് വലിയ എന്തോ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കും. അതന്നെ. അതെ. ഞാൻ അങ്ങനെ എന്തോ സെറ്റപ്പ് ഒക്കെ എന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായി എൻ്റെ അടുത്തിലോട്ട് പോയത്. പിന്നെ ഈ ടെർമക്സിലൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് പരിപാടിത്തൊക്കെ ഉണ്ടായിരുന്നു ഓ, നല്ല തുടക്കത്തില്.
ടെർമെക്സ് ഇപ്പം ഫോൺ വല്ലതും ഉണ്ടെങ്കിൽ ഓപ്പൺ ഫ്ലോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിനകത്ത് നമുക്ക് ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ടാസ്ക് കാര്യം ചെയ്ത് നമുക്ക് ടെലഗ്രാമിലോട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാം. ഇപ്പൊ ബോട്ട് ഉണ്ടാക്കി, നേരത്തെ ബോട്ട് ഉണ്ടാക്കിയില്ലായിരുന്ന, അപ്പൊ അതേപോലെ ബോട്ട് ഉണ്ടാക്കി അതിനകത്തോട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഉണ്ടാക്കണം, ഒരു പോസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് പോസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ ഫോൺ വഴി തന്നെ ആ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കി പോസ്റ്റ് ചെയ്തോളൂ. അതെ ആ ഒരു സംഭവം നോക്കട്ടെ. അത് പതുക്കെ മതി, പതുക്കെ ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ പിന്നെ അങ്ങ് എക്സ്പെരിമെന്റ് ചെയ്യാം. ആദ്യം ജോലിയാണ് പ്രധാനം. അപ്പൊ ഇതിനകത്ത് ഈ നമ്മുടെ ഈ ടെർമക്സിന്റെ ഇത് വെച്ചിട്ടുള്ള മറ്റേ ചെറിയ ഇതൊക്കെ ഉണ്ട്, നമ്മുടെ കെക്സ് ഒക്കെ വെച്ചിട്ടുള്ള കലിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെറ്റ് ഹണ്ടർ അങ്ങനത്തെ യൂസ് ചെയ്ത്. പക്ഷെ അതും ഫോണിൽ റാം കുറവായത് കൊണ്ടായിരുന്നു പിന്നെ ഓക്കെ ഓക്കെ അധികം പോയില്ല. നോക്കിയേ മുഹമ്മദ്, ആപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ, സെർച്ച് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തേ നോക്കട്ടെ. സെർച്ച് റിപ്പോർട്ടിങ് ഇനി അതിനകത്ത് സ്കിപ്പ് കൊടുത്ത് അതിനകത്ത് ജസ്റ്റ് സ്റ്റാർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തേ, എന്നിട്ട് എൻ്റർ അടിച്ചേ. കുഴപ്പമില്ല. ആ ലോഗ് വരാതെ തന്നെ അത് റെഡിയാക്കാം എന്തായാലും. വീണ്ടും ആ സ്പ്ലങ്ക് എന്റർപ്രൈസ് എന്ന് പറഞ്ഞ് നിൽക്കിയ മേളിൽ പോയിട്ട്, സ്പ്ലങ്ക് എന്റർപ്രൈസ് മേളി ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ് നടക്കണ്ട ആപ്പിന്റെ അതന്നെ ഡാഷ്ബോർഡ് അത് തന്നെ ക്ലിക്ക് ചെയ്ത് സ്കിപ്പ് എന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ, മേളിൽ പോയിട്ട് സെർച്ച് റൈറ്റ് സൈഡ് സ്പ്ലങ്ക് എന്റർപ്രൈസ് ഒന്ന് ക്ലിക്ക് ചെയ്തേ, അത് മേളിൽ പോയിട്ട് സ്പ്ലങ്ക് എന്റർപ്രൈസ് അതന്നെ. ഇതിനകത്ത് പറഞ്ഞ മറ്റേ ഡാറ്റ മോണിറ്ററിങ്, എനിക്ക് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നോക്കട്ടെ. ഇന്നലെ ഞാൻ കുറച്ചതിൽ കയറി ഒന്ന് നല്ലോണം കുഴപ്പമില്ല, വഴിയുണ്ട്, നോക്കട്ടെ. 8001 ഇനി 8001 ഇനി മറ്റേതെന്ന് എനിക്ക് അറിയത്തില്ല. ആ ആപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേ, ജസ്റ്റ് ഒന്ന് ആപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേ, എന്നിട്ട് അതിനകത്ത് മോണിറ്റർ എന്ന് പറഞ്ഞു വല്ലതും ഉണ്ടോ നോക്കിയേ. സ്പ്ലങ്ക് സെക്യൂർ ഗേറ്റ്വേ സ്പ്ലങ്ക് ഡാറ്റ മാനേജ്മെന്റ് ഓഡിറ്റ് ട്രെയിൽ ഫൈൻഡ് മോർ ആപ്സ്. അയ്യോ, അത് വേറെ ഇതിലേക്ക് കയറി പോണില്ല. ഇല്ല ഞാൻ ഇതിലൊന്ന് ലോഗിൻ ചെയ്ത് നോക്കട്ടെ. ഇല്ല നോക്കട്ടെ. സ്പ്ലങ്ക് എന്റർപ്രൈസ് ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേ. അല്ല മുഹമ്മദേ, അത് എന്തായാലും കാണില്ലോ. അത് സ്പ്ലങ്ക് എന്റർപ്രൈസ് ഒന്ന് ക്ലിക്ക് ചെയ്തേ, നോക്കട്ടെ. ലെഫ്റ്റ് സൈഡില് സെർച്ച് ആൻഡ് റിപ്പോർട്ട് ഓഡിറ്റ് ഡാറ്റ മാനേജ്മെന്റ്, അവിടെ സെർച്ചിൽ അവിടെ മോണിറ്റർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തേ, ആ സെർച്ച് ഓപ്ഷനിൽ മോണിറ്റർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തേ. അഡ്മിനിസ്ട്രേറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്തേ, അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ് സൈഡിൽ മേളിൽ അഡ്മിനിസ്ട്രേറ്റർ അതൊന്ന് ക്ലിക്ക് ചെയ്തേ. അക്കൗണ്ട് ഇനി റൈറ്റ് സൈഡിൽ ആ മെസ്സേജ് ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഇല്ല, ഇനി സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്തേ റൈറ്റ് സൈഡിൽ, അതിന്റെ റൈറ്റ് സൈഡിൽ സെറ്റിംഗ്. ഇനി ഡാറ്റ മോണിറ്ററിങ്ങോ അതുമെല്ലാം അതല്ല വെയിറ്റ് ക്ലിക്ക് ചെയ്യണ്ട, ഒരു സെക്കൻഡ് നോക്കട്ടെ. മോണിറ്ററിങ് കൺസോൾ ഒന്ന് അല്ലെങ്കിൽ ആഡ് ഡാറ്റ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് അത് സെറ്റിംഗ്സിൽ പോയി വെയിറ്റ് വരട്ടെ. അതന്നെ സെറ്റിംഗ്സിൽ പോയി ആഡ് ഡാറ്റ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് റൈറ്റ് സൈഡ് സെറ്റിംഗ്സ് സെയിം തന്നെ സെറ്റിംഗ്സ് ആഡ് ഡാറ്റ എന്ന് പറഞ്ഞ് ലെഫ്റ്റ് സൈഡിലുണ്ട് ആഡ് ഡാറ്റ. സ്കിപ്പ് കൊടുത്ത് ഇനി മോണിറ്റർ എന്ന് പറഞ്ഞു കൊടുക്കാം. ഫയൽ ആൻഡ് ഡയറക്ടറി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് സൈഡിൽ ബ്രൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് ഡാറ്റ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഡാറ്റ ഇല്ല, ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇല്ല ഒരു കാര്യം ചെയ്യാം, ആ ഔട്ടിലും കൂടി ഒന്ന് കയറിയത്, അതായത്
ആ അതെ 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 മറ്റേ ഔട്ട് ഇതിലല്ലേ അതന്നെ ലോഗ് ജനറേറ്ററിലായിരിക്കണേ. അത് മാറിയിട്ട് ഔട്ടിലൊന്ന് കയറ്. LS ഔട്ടിലൊന്ന് എടുത്തോ കയറിയിട്ട് കൺട്രോൾ-C ആ നേരത്തെ ആ സ്പ്ലങ്ക് ഒന്ന് കളഞ്ഞേരെ. സ്റ്റോപ്പ് ഇത് സ്റ്റാർട്ട് അല്ലേ വീണ്ടും സ്റ്റോപ്പിംഗ് സ്പ്ലങ്ക്. എനിക്ക് തോന്നണ മിക്കവാറും 8001 ഈ സാധനങ്ങൾ ഞാൻ ചെയ്യിപ്പിക്കണമെന്ന് തോന്നുന്നു. അല്ല എനിക്ക് അതിലൂടെ ഒന്ന് കേറണം. നിക്കട്ടാ. സ്റ്റാർട്ട് ചെയ്താ മുഹമ്മദേ? ഇല്ല സ്റ്റാർട്ട് ഇല്ല ഇല്ല ചെയ്യില്ല. ഇല്ല സ്റ്റാർട്ട് ഓക്കെ ചെയ്യില്ല. ഞാൻ പറയാം. ആ കമാൻഡ് ഒന്നുകൂടി, ആ ഒരു നീണ്ട ഒരു കമാൻഡ് ഉണ്ടായിരുന്നു ഒന്നൊന്നായിട്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്ന, ഓർമ്മയുണ്ടാ? ഒരു എനിക്കറിയാം. നീണ്ട അതന്നെ അത് ഒന്നുകൂടി ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ ആദ്യം ലോഗ് ജനറേറ്റർ തന്നെ ഇരിക്കുക. ലോഗ് ജനറേറ്റർ തന്നെ അല്ലേ? അതിനകത്ത് ടൈപ്പ് അതെ ചെയ്യാം ഡോക്കർ സ്പേസ് ബിൽഡ് സ്പേസ് ടൈപ്പ് ചെയ്യാം. ഡോക്കർ സ്പേസ് ബിൽഡ് സ്പേസ് BUILD അല്ലേ? അതന്നെ ബിൽഡ് സ്പേസ് -T സ്പേസ് -T ഫോർ ടി ചായ. ഓക്കെ ഓക്കെ. ലോഗ് അണ്ടർസ്കോർ ജനറേറ്റർ എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് ഒരു ഡോട്ട് എന്ന് പറഞ്ഞിട്ട് തരാം. ലോഗ് അണ്ടർസ്കോർ ജനറേറ്റർ GENERATOR സ്പേസ് ഡോട്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. എൻ്റർ അടിച്ചോ. അതന്നെ കറക്റ്റ്. എൻ്റർ അടിച്ചു. ഓക്കെ വെയിറ്റ് കണ്ട, ഇതൊന്നുകൂടി ചെയ്യേണ്ടി വരും. അതാണ് പ്രശ്നം പറ്റിയത്. ഓക്കെ വന്ന് അൺപാക്കിംഗ് ആയി. ഇനി വെയിറ്റ് പറയാം. ഇനി ടൈപ്പ് ചെയ്യാം ഡോക്കർ സ്പേസ് റണ്ണ് സ്പേസ് -V സ്പേസ് V ഫോർ വിക്ടറി സ്പേസ് ഡോളർ ചിഹ്നം കൊടുക്കുക. എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം. അതന്നെ. എന്നിട്ട് PWD ക്യാപിറ്റൽ ലെറ്ററില്ല. ഇല്ല സ്പേസ് ഒന്നും വേണ്ട. ഞാൻ പറയുമ്പോൾ മാത്രം സ്പേസ് കൊടുത്താൽ മതി. PWD എന്ന് പറഞ്ഞ് ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കുക. PWD ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഡബിൾ കോളൻ കൊടുക്കുക. എന്നിട്ട് സ്ലാഷ് APP ആപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുക. /APP സ്പേസ് -H ഫോർ ഹോർസ് സ്പേസ് വെബ് WEB വെബ് സ്പേസ് -W അല്ല -D ഫോർ ഡോഗ് സ്പേസ് ലോഗ് അണ്ടർസ്കോർ ജനറേറ്റർ. ഓക്കെ കറക്റ്റാ. എൻ്റർ അടിച്ചേ. അപ്പൊ ഒരു ഹാഷ് ഫയൽ പോലെ വന്നു. ഓക്കെ ഇനി ഒരു കമാൻഡ് കൂടെ ഉണ്ട്. മറ്റേ RM ആണോ? ഡോക്കർ എന്തോ RM എന്തോ ആണെന്ന് തോന്നുന്നു. അല്ല ഇത്രേ ഉള്ളൂ. ഇനി റൺ ചെയ്തോ മുഹമ്മദേ. ഞാൻ മറ്റേ ഡോക്കറിന്റെ ആ കമാൻഡ് ഒന്ന് റൺ ചെയ്തോ. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന കമാൻഡ് റൺ ചെയ്തോ. ഇനി പ്രശ്നമില്ല. കാരണം അതിലോട്ട് ആപ്പിലോട്ട് ഈ ഡാറ്റ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ധൈര്യമായിട്ട് റൺ ചെയ്തോ കേട്ടാ. ഈ കമാൻഡ് മറന്നു പോലെ കേട്ടാ. സ്പ്ലങ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമാൻഡ് ഉണ്ടായിരുന്നുണ്ട്. അതിന് മുകളിൽ പോയി തപ്പണം. ദൈവം ഇതല്ലേ? നോക്കട്ടെ. ഇതല്ലേ സാറേ? എവിടെ ഡോക്കർ റൺ IT കോപ്പി പേസ്റ്റ് ചെയ്ത് അതന്നെ കറക്റ്റാ. ഡോക്കർ 1 ഓക്കെ കറക്റ്റാ. സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഇത് നമ്മുടെ ഒരു ജോബ് വൈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ രാവിലെ പോയിട്ട് നമ്മുടെ സോറി അവിടെ 24 ആണ്. ഇൻ കേസ് ഇത് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് തന്നെ കൊടുക്കില്ലേ? അതന്നെ സെയിം തന്നെ റീസ്റ്റാർട്ടിങ്ങിന് തന്നെ കൊടുക്കണ്ടേ. ഇത് പിന്നെ അവരുടെ ഒരിക്കലും നിക്കത്തില്ലല്ലോ. അവിടെ ഇപ്പോഴും 24 മണിക്കൂർ റൺ ചെയ്തോണ്ടിരിക്കുക. നമുക്ക് ആകെ കാണുന്ന ആ സെർച്ചിൽ ഞാൻ പറഞ്ഞില്ല,
മറ്റേ ആ സ്റ്റാറിന്റെ ചിഹ്നം നോക്കി എൻ്റർ അടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്ന, അതാണ് നിങ്ങൾ അതെ അതെ കാണത്തുള്ളൂ. അതെ അപ്പൊ കുറെ ലോഗ് ഇങ്ങനെ വരും. അപ്പൊ ലോഗാണ് ഇപ്പൊ മുഹമ്മദ് ആ സേവ് ചെയ്തേക്കുന്ന ഓരോ ലോഗില്ലേ, ആ ലോഗ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക സെർച്ചില്ല. അതാണ് മെയിൻലി നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ. അതിനകത്ത് തപ്പി കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക, അതൊക്കെയാണ് മാക്സിമം മൊത്തം നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിപ്പോർട്ട് ഇപ്പൊ ജനറേറ്റ് ചെയ്യണ നോർമലി അവിടെ ഒരു കസ്റ്റമർ ടെംപ്ലേറ്റ് ഉണ്ടാവുമല്ലോ, ഉണ്ട് ഉണ്ട് ഉണ്ട്. എൻട്രി ചെയ്താൽ ഇതിനകത്ത് തന്നെ ഉണ്ട്, സ്പ്ലങ്കി തന്നെ ഉണ്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണേ. സ്പ്ലങ്കി തന്നെ ഉണ്ട്. ഇന്നലെ 2-3 ഉണ്ടായിരുന്നിടത്ത് മറ്റേ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതില്. ഓക്കെ ഓക്കെ. സാറേ മറ്റേ ക്ലൗഡിന്റെ പോയിന്റ് വിസിബിൾ ആയെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നു. അതിന്റെ ഒരു ഗിറ്റ്ഹബ് ലിങ്ക് ഉണ്ട്, ഞാൻ അയച്ചു തരാം. ഏതാ? ഇതില്ലേ നമ്മുടെ ക്ലൗഡ് എയുടെ. ഓക്കെ ഓക്കെ. അതിന്റെ കോഡ് റിലീസ് ആയില്ലേ? അതെ, ആൻഡ്രോപിക് അതെന്തോ ലീക്ക് അവർ പബ്ലിഷ് ചെയ്ത് പബ്ലിക്കലി ഇട്ടിരുന്നോ. എനിക്കൊരു ഗിറ്റ്ഹബ് ലിങ്ക് കിട്ടി, ഞാൻ സാറിന് അയച്ചു തരാം. ഓക്കെ അതൊന്ന് അയച്ചു അതിനകത്ത്. ഓക്കെ അതൊന്ന് അയച്ചു തരാം. പിന്നെ പറ്റുവാണെങ്കിൽ ഇപ്പൊ ഈ ചെയ്യണ സ്പ്ലങ്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊരു വീഡിയോ ഉണ്ടാക്കി ഒന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ ലിങ്ക്ഡിനിലോ ഒന്ന് പോസ്റ്റ് ചെയ്ത് തരാം. അതെ, ഞാൻ ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. സാറിന് ഞാൻ വാട്സപ്പ് ഇട്ടിട്ടുണ്ട്. നോക്കട്ടെ. ഗിറ്റ് ക്ലോൺ അതിന് കലയിലൊന്ന് റൺ ചെയ്ത് നോക്കണം. എനിക്കത് കിട്ടേണ്ട താമസം കേട്ടോ. ഉടനെ എടുത്ത് ഗിറ്റ്ഹബിൽ ഇട്ടത്. അയ്യോ, അത് എന്തായാലും നന്നായി തന്നെ ചെയ്തു കേട്ടോ. ഗിറ്റിൽ ഇടുമ്പോ അപ്പൊ എല്ലാരും കാണുകയും ചെയ്യാലോ. അത് തന്നെ, ആരും അടുത്തൊന്നും ചെയ്യയില്ലല്ലോ. റെപ്പോസിറ്ററി ഇതിലെ പിന്നെ ബ്ലാക്ക് മാർക്ക് ഒന്നും വീഴത്തില്ലല്ലോ. അതന്നെ ഇല്ല ഇതിനൊരിക്കലും വീഴത്തില്ല. ഗിറ്റ്ഹബിലാണ് പബ്ലിക്കിൽ ഇട്ടെങ്കിലും അത് എന്തായാലും നല്ലവനാ, പബ്ലിക്കിൽ തന്നെ ഇട്ട്. അതെ ഞാനിപ്പോ ഇത് ചെയ്തു. ഇത് കിട്ടി. ഞാൻ അപ്പൊ തന്നെ അതിന്റെ കയ്യിൽ നിന്ന് പോകണ്ടല്ലോ, ഇനി എന്തെങ്കിലും ആവശ്യം അപ്പൊ തന്നെ ടെർമാക്സിൽ ഡൗൺലോഡ് ചെയ്തിടുകയും ചെയ്തത്. എങ്ങനെയാ ഇത്? നല്ലോണം റാം വല്ലതും എടുക്കുന്നുണ്ടോ? ഇല്ല സാർ, ഇതിനകത്ത് എനിക്ക് അങ്ങനെ ഇത് ഞാൻ റൺ ചെയ്തിട്ടില്ല. റണ്ണിലോട്ട് ഞാൻ പോയിട്ടില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ഇട്ടിട്ടുള്ളൂ. ഇതില് ടെർമാക്സിൽ NPM എന്നൊക്കെ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാം. NPM ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാം. ഞാൻ എന്റെ ഫോണിൽ എന്തായാലും ചെയ്യാം. അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തരാമല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ എന്റെ പുറകെ വന്നിരിക്കണം. ഞാൻ അതിനും തന്നെ വന്നു. നാളെ ലീവ് ആണല്ലോ. അപ്പം ഓക്കെ. അവിടെയും ഗുഡ് ഫ്രൈഡേ ഉണ്ടോ? അങ്ങനെയല്ല സാർ, ഇവിടെ എല്ലാ ശരിയാ ഞങ്ങൾക്ക് നാളെ തൊട്ട് ഈസ്റ്റർ ഇവിടെ നബിദിനം പോലെ ആഘോഷിക്കത്തില്ല. പെരുന്നാളൊരു ലീവ് പറഞ്ഞു, പിന്നെ ഫൗണ്ടർ ഡേ ഒരു നാഷണൽ ഡേ ഇത് തന്നെ. എല്ലാം റിപ്പീറ്റ് തന്നെ, ഡേ റിപ്പീറ്റ് ആവണമാതിരി തന്നെ. സെയിം ഡാറ്റ എൻറ്റർ ചെയ്യുന്നു, സെയിം കസ്റ്റമറും. ബോറടിക്കും കേട്ടോ, കുറച്ചാൾ കഴിയുമ്പോ ബോറടിക്കും. അത് നല്ല പറഞ്ഞു. അതാണ് ഇങ്ങോട്ടൊന്ന് മാറി ചെന്ന് ഇതാക്കാന്ന് വിചാരിച്ചത്. എനിക്ക് ഇവിടുത്തെ കമ്പനി തന്നെ എന്തെങ്കിലും വെച്ച് വേണം. എന്താണ് ഇപ്പൊ ഇവിടുത്തെ കമ്പനി സെർവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എനിക്ക് അറിയാം എന്താണെന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ഇവിടെ നിൽക്കുന്ന താല്പര്യമില്ല. സംഭവം ഒരു ഇതില്ല. ഇവിടെ സെർവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സെറ്റപ്പ് ആയിരുന്നു. ഇപ്പൊ ഇത് ഇത്ര പഠിച്ചുകൊണ്ട് ഏകദേശം മനസ്സിലായി. മീൻസ് ഇപ്പൊ സെർവറും റാക്കൊക്കെ കാണുമ്പോ ഏകദേശം മനസ്സിലായി. സെർവർ ഇവിടെ ഏകദേശം ഒരു 10 മിനിറ്റ് ബ്രൂട്ട് ഫോഴ്സിനകത്ത് പൊട്ടിക്കുന്നുള്ളതൊക്കെ കാണും. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ. ഇത് അതിനകത്ത് ലോഗിൻ ചെയ്താൽ മതി. ഓക്കെ, ഇതിന് പറ്റി എന്താണ്? ഹലോ വേൾഡ്. നേരത്തെ ചെയ്ത പോലെ തന്നെ OPT റൺ വാർ യൂസർ ഡാറ്റ വന്നിട്ടില്ല. സാർ ഞാൻ ക്ലോസ് ചെയ്തിട്ട് മറ്റേ അതിലൊന്ന് കയറി നോക്കട്ടെ. നമ്മുടെ 8001 മറ്റേ പവർ ഷെൽ വിൻഡോസിലെങ്ങാണ്ടാ യൂസ് ചെയ്ത്, ഓർക്കുന്നുണ്ടോ? അത് ഞാൻ പവർ ഷെല്ലും ഓപ്പൺ ആണ് എന്റെ. ഓക്കെ, പവർ ഷെല്ല് ഓക്കെ അതിനകത്താണ് റൺ ചെയ്യിപ്പിച്ചത് അന്ന്.
ഓർക്കുന്നുണ്ടോ? അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ചെയ്യണ്ട. അത് മറ്റേ ലോഗില് പോണം. ഇതിനകത്ത് നേരെ സി പോവാ. CD സ്പേസ് ഡോട്ട് CD സ്പേസ് ഡോട്ട് 2 പ്രാവശ്യം ഡോട്ട് ചെയ്യുക. CD സ്പേസ് ഡോട്ട് CD സ്പേസ് ഡോട്ട് ഇനി CD സ്പേസ് യൂസറിനെ കണ്ടല്ലേ? യൂസേഴ്സ് കണ്ടാ എനിക്കത്. ഇതിനകത്ത് തന്നെ ഉണ്ട് മുഹമ്മദ് ഖാൻ. ഓക്കെ, അത് ക്യാപിറ്റലാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. മുഹമ്മദ് ഖാൻ ഇതിനകത്ത് CD ലോഗ് ജനറേറ്റർ നടക്കുന്നു. അതിലോട്ടങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്തേരെ. CD സ്പേസ് ലോഗ് ജനറേറ്റർ. ഇനി ഇതിനകത്ത് ഡോക്കർ റൺ ചെയ്തേ. അതന്നെ അത് രണ്ടും കൊടുത്തരാം. കമാൻഡ് ആദ്യം ജനറേറ്റർ എന്ന് പറഞ്ഞു കൊടുത്താൽ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. നേരത്തെ മീൻസ് അതല്ല, അതിന് അപ്പാരം നിൽക്കിയ ഓക്കെ. അപ്പാരം നിൽക്കിയ മുഹമ്മദ്, ഒരു അപ്പാരം നിൽക്കിയ, ഒരെണ്ണം കൂടി നിൽക്കിയ. ഒരെണ്ണം കൂടി നിൽക്കിയ. അതല്ല, നിക്കിയ ഡൗൺ ആരോ നിക്കിയ. അവിടെ ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഡൗൺ ആരോ നിക്കിയ. ഡൗൺ നിക്കിയ. പോട്ടെ. ഒന്നുകൂടി പോട്ടെ. അതെ, റിമൂവ്. അതന്നെ ആ റിമൂവ് വന്നില്ലേ? അതന്നെ അത് ക്ലിക്ക് ചെയ്തേ. എൻ്റർ അടിച്ച് പഴയതെല്ലാം കളയട്ടെ. ആ ജനറേറ്റർ എന്ന് പറഞ്ഞ ഡോട്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഇല്ല, അതൊന്ന് ക്ലിക്ക് ചെയ്തേ. ഓക്കെ, മതി. അതന്നെ അതൊന്ന് എൻ്റർ അടിച്ച് കിട്ടും. മറ്റേ കമാൻഡ് അല്ലേ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്? അതന്നെ എൻ്റർ അടിച്ച് ഒരു ഹാഷ് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. അല്ലെങ്കിൽ ഇനി അഥവാ റൺ ചെയ്തില്ലെങ്കിൽ നേരത്തെ എന്തോ സ്പ്ലങ്ക് ക്ലാഷ് ആയിരിപ്പുണ്ട്. അപ്പൊ അതൊന്ന് റിമൂവ് ചെയ്യണം മൊത്തത്തില്. ഇതല്ല മറ്റേ ഡോക്കർ റൺ ചെയ്യണ കമാൻഡ് ഇതിനകത്ത് തന്നെ കാണും. മറ്റേ തന്നെ അടുത്തേക്ക് ഇവിടെ കാണുന്നത്. ഒരു ഏകദേശം ഒരു ഏരിയ വരെ ഉണ്ടത്. ഇങ്ങനെയാണ് തപ്പി തരണമെന്ന് പറഞ്ഞാൽ അവരെ അപ്പോയിന്റ്മെന്റ് അന്ന് തന്നെ പറഞ്ഞുവിടുകയും ചെയ്യും. ഓക്കെ, ഇതല്ലേ? ഓക്കെ, കോപ്പി. എവിടെയെങ്കിലും നോട്ട് പാഡിലൊന്ന് അതെ 2 കമാൻഡ് കൂടി അതന്നെ പേസ്റ്റ് ചെയ്തതൊന്ന്. ഓക്കെ, ഇതിനകത്ത് അല്ലല്ല 2 കമാൻഡ് കൂടി. അത് കമാൻഡ് കോപ്പി ചെയ്ത 2 കമാൻഡ് ഉണ്ട് മുഹമ്മദേ. ആ നോട്ട് പാഡിൽ പോയി കോപ്പി ചെയ്തപ്പോ 2 കമാൻഡ് കൂടി ഒന്നിച്ചാ, അതുകൊണ്ടാണ് റണ്ണാകത്തെ. ആ നോട്ട് പാഡിൽ പോയി നോട്ട് പാഡ് ഇപ്പൊ പേസ്റ്റ് ചെയ്തേക്കണേ. എന്നിട്ട് ആ ഡോക്കർ എന്ന് പറഞ്ഞ് കണ്ട ഡോക്കർ റൺ, അത് മാത്രം കോപ്പി ചെയ്യുക. ആ 3ാമത്തെ ലൈൻ 1 2 അതല്ല, ആ ലൈനല്ല, 3ാമത്തെ ലൈനിൽ ഡോക്കർ റൺ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ടോ? അതന്നെ അവിടെ, അതന്നെ. എന്നിട്ട് താഴെ വരെ സ്പ്ലങ്ക് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു, അതന്നെ. Run Docker help move already allocated. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. 8000 ഓൾറെഡി ഉണ്ട്. അപ്പൊ 8001 എന്ന് പറഞ്ഞ ആക്കിയ അതിനകത്ത് അപ്പാരം നോക്കിയേ മുഹമ്മദേ. അല്ലല്ല, അപ്പാരം നോക്കിയേ. അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്താൽ മതി. ആ പവർ ഷെല്ലിന് മറ്റേ ആ ഡോക്കറുടെ ആ ടെർമിനലിന് അതൊന്ന് റിമൂവ് ചെയ്തേരെ. ഒരു മിനിറ്റ്.
ഏതിലാണ് നമ്മുടെ പവർ സെല്ലിന്നോ? അല്ലല്ല, ഡോക്കറിന്റെ ടെർമിനൽ. ഡോക്കറിന്റെ ഓക്കെ, ഞാൻ അതിനകത്ത് റിമൂവ് ചെയ്തേരാ. അത് എന്ന് പറഞ്ഞൊരു ഓക്കെ. കമാൻഡ് ഇല്ലായിരുന്ന? ഇത് ബ്രേക്ക് ചെയ്യട്ടെ അതെ. അത് ബ്രേക്ക് ചെയ്തോ. ബ്രേക്ക് ചെയ്തിട്ട് അതൊന്ന് റിമൂവ് ചെയ്തേരെ. Ctrl+C കൊടുത്ത് ബ്രേക്ക് ചെയ്തേരെ. എന്നിട്ട് അത് റിമൂവ് ചെയ്തേ. അപ്പാരൊന്നിക്ക് നിക്ക് എന്നിട്ട് അതെ ഇത് തന്നെ എൻ്റർ അടിച്ച്. നോ സച്ച് സ്പങ്ക് എന്ന് പറഞ്ഞ ഫയല് കാണുന്നു. കുഴപ്പമില്ല. എന്തായാലും Ctrl+C അടിച്ച്. അപ്പുറത്ത് പവർ ഷെല്ലി ഒന്ന് പോയേ. പവർ ഷെല്ലില് ഒരു മിനിറ്റ്. അതെ, താഴെ അതന്നെ. എന്നിട്ട് അപ്പാരം നെക്കിയിട്ടൊന്ന് എൻ്റർ അടിച്ച്. റൺ ആവും. ഇനി ഒരു 4 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, നോക്കട്ടെ. ഇനി വരണം, അല്ലെങ്കിൽ ക്ലാഷ് ആയെന്നാണ് അതിന്റെ അർത്ഥം. നേരത്തെ ഡോക്കറും ഇതും കൂടി ക്ലാഷ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഡോക്കർ ഇപ്പൊ ഓൺ ഇത് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പവർ ഷെല്ലിൽ ഒന്ന് ഇത് അടിച്ചാലും കിട്ടുമല്ലേ ഇത്? പവർ ഷെല്ല് ആ ഡയറക്ടറിയിൽ ഒന്ന് കയറിയാൽ മതി. ഡയറക്ടറി കയറിയിട്ട് വേണം ഡോക്കർ ക്ലിക്ക് ചെയ്യാൻ. ഇതിനകത്ത് റൺ ചെയ്യാം. ഓക്കെ. സാറിന്റെ സി വിയിൽ വേറെ എന്തെങ്കിലും ചെയ്യണോ ഇനി? ഇതന്നെ മതിടാ, സി വിയിൽ ഇതന്നെ മതി. പിന്നല്ല, ഇതന്നെ മതി. ഓക്കെ. ഇന്റർവ്യൂ സെറ്റപ്പ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് തിങ്കളാഴ്ച അത് പ്രാക്ടീസ് ചെയ്യട്ടെ. തിങ്കളാഴ്ച ഇന്റർവ്യൂയുടെ മോക്ക് ചോദ്യങ്ങൾ എന്താണ് തിങ്കളാഴ്ച പ്രാക്ടീസ് ചെയ്യാം മൊത്തത്തില്. ഞാൻ പറഞ്ഞുതരാം. ബാലൻസ് ഉള്ളത് നമ്മുടെ ഈ സ്പ്ലങ്കിന്റെ അതൊക്കെ വസു ഇല്ല. സ്പ്ലങ്ക് വസുന്റെ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ വസു, സ്പ്ലങ്ക്, മറ്റേ ഹണി പോട്ട്, പിന്നെ വൈറസ്. ഓക്കെ, ഞാൻ പിന്നെ ബേസിക് വരുന്ന ക്വസ്റ്റ്യൻസും പിന്നെ സിനാറിയോ ബേസ് അത് നമുക്ക് മൺഡേ പ്രാക്ടീസ് ചെയ്യാം. സിനാറിയോ എന്തൊക്കെ ചോദിക്കുമ്പം അത് എങ്ങനെ ഉത്തരം പറയണം എന്ന് പറഞ്ഞ് അതിനെയും കൂടി ഒരു പ്രാക്ടീസും കൂടി ചെയ്ത് ബേസിക് ആയിട്ട് കുറച്ച് ഒരു ബിഗിനിങ് ലെവലിൽ മാത്രമേ ചോദിക്കത്തുള്ളൂ സോക്കില്ല. അപ്പൊ അത് എന്തൊക്കെയാണ് ഞാൻ പറയാം. ഞാൻ എന്തായാലും അപ്പൊ അതും കൂടി അത് കാണാപ്പാടം പഠിക്കുക. പിന്നെ സെനാറിയോ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ സെനാറിയോ വരുമ്പോ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. പിന്നെ അവര് ചോദിക്കുമല്ലോ സംഭവം, മറ്റേ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ലോഗിൻ കണ്ടത് എന്തെന്ന് ചോദിക്കുമല്ലോ. ബേസിക് കുറച്ച് കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ. അപ്പം അത് സെനാറിയോ ബേസ് ചെയ്ത് തന്നെ ചോദിക്കണം അവര്. അവിടെ വല്ല ജോലി കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അവിടെ ആ ഭാഗത്ത് ബഹ്റിനല്ലേ എനിക്കുന്നത് മുഹമ്മദ്? ഇല്ല സാറേ, സൗദിയിലാണ്. സൗദിയിലാണല്ലേ? ഓക്കെ. ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് സാർ, ഒരുപാടുണ്ട്. ഓക്കെ. സൗദിയില് ജയിച്ചിന്റെ ഒരു സ്റ്റുഡന്റ് എങ്ങാണ്ട് അവിടെ ഉണ്ട് സൗദിയില്. ഇപ്പൊ ഇന്ന് 8 മണിക്കത്തെ 8:30 ഒരു സെഷനിൽ ജയിച്ച അവനും സൗദിയിൽ തന്നെയാണ്. അവന്റെ ലൊക്കേഷന് ഞാൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ചെയ്തത്. അപ്പൊ ലൊക്കേഷന് ഞാൻ റിയാദിലാണ്. റിയാദ്, ദമാം, പിന്നെ ഉള്ളത് ജിദ്ദ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ്. ഒരു വില്ലേജ് വില്ല എങ്ങാണ്ടാ പേര് അതിനകത്ത് വന്നേ. നോക്കട്ടെ ഞാൻ നോക്കിട്ട് പറയാം. അത് ഇവിടെ ഉണ്ട് സാർ സംഭവം. ഇവിടെ കമ്പനീസ് ഒക്കെ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കയറി ഞാൻ സംഭവം ഇവിടെ നിന്ന് എക്സിറ്റ് പോയി തിരിച്ചു വരണം. ഇവിടത്തെ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് പോയി. അങ്ങോട്ട് റൂളാണ്, അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ എല്ലാവരും ഒരു കമ്പനി നിൽക്കവേ എനിക്ക് വേറൊരു കമ്പനിയിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പെർമിഷൻ വേണം. അത് എല്ലാ കമ്പനികളിലും ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? അവിടുന്ന് റിസൈൻ ഇപ്പൊ റിസൈൻ ചെയ്ത് ഇപ്പൊ അതായത് കഫാലത്ത് ചേഞ്ച് ചെയ്യണം എന്നുള്ളത്, അതായത് നമ്മളെ മുതലാളിയെ മാറ്റുന്ന രീതിക്ക്, അതായത് ഇവരെവിടെ നിന്ന് എഴുതി തരണം, യാതൊരു പ്രശ്നമില്ല എന്നുള്ളത് ഒരു പേപ്പർ എൻട്രി തന്നാൽ എനിക്ക് ഇവിടെ നിന്ന് വേറൊരു ജോലിയിലേക്ക് പോയി. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് വിടണം. അതായത് റിസൈൻ ചെയ്ത് എന്നെ ഒരു നാട്ടിൽ വിടണം. എക്സിറ്റ് എന്ന് പറയും. ഫൈനൽ എക്സിറ്റ് നാട്ടിൽ വിട്ടിട്ട് അവിടെ നിന്ന് പിന്നെ എനിക്ക് ഇങ്ങോട്ട് കയറാം. പക്ഷെ നമുക്ക് ജോലി തേടാനുള്ള സമയമുണ്ട് ഇവിടെ. എന്നിട്ട് പുതിയ വിസയ്ക്ക് ഇറങ്ങണം. അങ്ങനെയൊക്കെയാണ്. ഇനി പോയിട്ട് വിസ തീരണതിന് മുന്നേ നമ്മൾ തിരിച്ച് റിട്ടേൺ വരാതിരുന്നെന്ന് വിചാരിച്ചു നമ്മൾ തിരിച്ച് പിന്നെ ഇതാക്കാൻ പറ്റത്തില്ല. എത്ര 1 വർഷം വരെ, 1 വർഷം 6 മാസമൊക്കെ അങ്ങനെ എന്തോ ആയിരുന്നു പ്രശ്നം ഉണ്ടാകും. കഴിയാതെ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. സൗദിയിലേക്ക് വരാൻ പറ്റത്തില്ല, ബാൻ ആക്കി കളയും 1 വർഷം അങ്ങനെ എന്തൊക്കെ.
ഇവിടുത്തെ നിയമങ്ങൾ അങ്ങനത്തെ നിയമങ്ങളാണ്. നിയമം ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ അവിടുത്തെ. സ്ട്രിക്റ്റ് ആണ് ഇവിടുത്തെ. റോട്ടിലൊക്കെ ഒറ്റ പോലീസുകാർ നിന്നത് വേറെ ഒറ്റ വണ്ടികൾ അങ്ങോട്ട് പോകൂല. ഓ, ലൈറ്റ് ഇട്ട് അവിടെ നിന്നിരുന്ന ആ ഒരു നിയമം ഭയങ്കര ഒരു സ്ട്രോങ് ആണ്. ഇനി ഒന്ന് ലോഗിൻ ചെയ്തൊന്ന് നോക്കിയേ. മറ്റത് കൊടുത്തു നോക്കാം നമ്മുടെ ഹലോ വേൾഡ് സ്ട്രോങ് പാസ്വേഡിന്റെ. ഹലോ വേൾഡ് കണ്ടല്ലേ? അതന്നെ സാറേ, ഇതൊന്ന് കൊടുത്തു നോക്കട്ടെ. ഓക്കെ ഓക്കെ, പാസ്വേഡ് 1 2 3. ആ ഹലോ വേൾഡ് ഉണ്ട് എൻ്റെ കയ്യില്. ഇത് മറ്റേ ഇന്നലത്തെ ഇത് ഓപ്പൺ ചെയ്തപ്പോ വന്നതാണ് എനിക്ക്. ഓക്കെ, നോക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഹലോ വേൾഡ് തന്നെ കൊടുക്കാം. ഇല്ല, യുവർ സെഷൻ ഹാസ് ബീൻ എക്സ്പയർഡ്, ലോൺ റിട്ടേൺ. റീഫ്രഷ് ചെയ്യണം. റീഫ്രഷ് ചെയ്തൊന്ന്. ഓക്കെ, ഇനി ഒന്ന് പാസ്വേഡ് ഒന്ന്. ഇത് ഹലോ വേൾഡ് ആണ്. ഓക്കെ ഓക്കെ. ഓ, ഇതില് ബ്രൗസർ, ഡാറ്റ ഇല്ല. ഇതില് ഡാറ്റ വന്നിട്ടില്ല. ഞാൻ ഇതിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യാനുണ്ട് സാറേ. ഞാൻ എല്ലാത്തിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്തിട്ട് ഒന്ന് റിമൂവ് എന്ന് പറഞ്ഞു കൊടുത്തൊന്ന്. ഞാൻ മറ്റേ ആ സ്ട്രോങ് പാസ്വേഡ് നോക്കട്ടെ, അത് എവിടെയെങ്കിലും കാണും. അതിന്റെ ആ റൺ ചെയ്യണ കമാൻഡ് എൻ്റെ കയ്യിൽ കാണും. നിൽക്കട്ടെ ഒരു സെക്കൻഡ് അതെ, ഞാൻ അത് അയച്ചുതരാം. അപ്പൊ മറ്റേ ഒന്ന് റിമൂവ് കൊടുത്തൊന്ന് കളഞ്ഞേരാ കേട്ടോ. അത് നമ്മുടെ ടെർമിനൽ തന്നെ പവർ ഷെല്ല് ചെയ്താൽ മതി. പവർ ഷെല്ല് ചെയ്താൽ മതി എല്ലാം. മറ്റേ ആറമ്മോ? അതെ അതെ അതെ. പിന്നെ 8000 കൂടെ ഒന്ന് കയറി നോക്കട്ടെ. ഇപ്പൊ 8001 കൂടെ ഒന്ന് കയറി നോക്കട്ടെ. അതിവിടെ ഒന്ന് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ 8001 കയറിയത്. 8000 ഏത് 8001 കയറിയത് ആ സമയത്ത്. അതാണ് ഞാൻ നോക്കാന്ന് പറയാം. നോക്കട്ടെ. 8001 കയറിയത്. ഇവിടെ ഇതിന് ഫുൾ എക്സിറ്റ് അടിക്കട്ടെ. അത് ചെയ്തോ. ഡിസ്കണക്ട് ആണ്. ആ വെറുതെ അല്ല കിട്ടായിരുന്നേ മുഹമ്മദ്. ആ ലോഗ് നിൽക്കട്ടെ, ഒന്നും ചെയ്യണ്ട. അതൊക്കെ ഓഫ് ചെയ്താ. എന്താ ചെയ്തേ? അല്ല, എക്സിറ്റ് അടിച്ചു, അത്രേ ഉള്ളൂ. അത്ര അത് കുഴപ്പമില്ല. ഞാൻ ആ ലോഗ് കോപ്പി ചെയ്ത് തന്നപ്പം സി യൂസർ മുഹമ്മദ് ലോഗ് ജനറേറ്റർ ഔട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. മുഹമ്മദ് എനിക്ക് ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് മുഹമ്മദ് ആ റൺ ചെയ്യാനുള്ള കമാൻഡ് ഒന്നുകൂടി അതിനകത്തൊന്ന് ടൈപ്പ് ചെയ്തേ. ആ പവർ ഷെല്ലിൽ ഒന്ന് പോയി പവർ ഷെല്ലിൽ പോയിട്ട് ആ റൺ ചെയ്യണ കമാൻഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് ആ ബ്രൗസർ ഒന്ന് കട്ട് ചെയ്ത് പവർ ഷെൽ അഡ്മിനിസ്ട്രേറ്ററിൽ പോവാ. എന്നിട്ട് ആ ഈ കമാൻഡ് കളയില്ല കേട്ടോ. നീ തരണ കമാൻഡ് ഒന്നും കാരണം ഇനി വയ്യ. മനസ്സിലായി എനിക്ക്. ആ ഒരു തന്നെ ഈ ഒരു വസ്തുത ചെയ്തപ്പോ തന്നെ എന്റെ ഏകദേശം ഉള്ള എനർജി പോയിട്ടുണ്ടായിരുന്നു. അത് കേട്ടാ. ഇനി ഇതില് ഈ പവർ ഷെല്ലിലെ ചെയ്യാനുള്ളൂ കേട്ടോ. ഇനി എല്ലാം ചെയ്യണേ ഈ പവർ ഷെല്ലാണ് ചെയ്യണേ. ഇനി നേരെ മുഹമ്മദും യൂസറിലോട്ടൊന്ന് ഡയറക്ടറി മാറിയേ. ഇതിപ്പോ കിടക്കണ സിയിലാ കിടക്കണേ. അത് ബാക്കിൽ പോയിട്ട് യൂസർ മുഹമ്മദ് അത് വരണം. CD സ്പേസ് ഡോട്ട് CD സ്പേസ് ഡോട്ട് CD സ്പേസ് യൂസേഴ്സ് മുഹമ്മദ് ഖാൻ അല്ലേ? അല്ല എൻ്റർ അടിച്ചോ. എന്നിട്ട് LS അടിച്ചിട്ട് പിന്നെ ആ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. LS ഞാൻ അത് കോപ്പി പേസ്റ്റ് ചെയ്യാം. CD സ്പേസ് ഇതിലോട്ട് കയറിയാൽ മതിയല്ലോ. ചെയ്ത് എന്നിട്ട് ലോഗ് ജനറേറ്ററിൽ കയറണം കേട്ടോ. നേരത്തെ ചെയ്ത പോലെ ജനറേറ്റർ ലോഗ് ജനറേറ്റർ അത് കോപ്പി പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നേരത്തെ ചെയ്ത പോലെ തന്നെ അതേ കമാൻഡിനെ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ അപ്പാര നിൽക്കുക ജനറേറ്റർ ഡോട്ട് എന്ന് പറഞ്ഞ കമാൻഡ് ഇല്ലായിരുന്ന എൻ്റർ അടിക്കുക. ഞാൻ കേർലി ബ്രാക്കറ്റിന്റെ കമാൻഡ് PWD എൻ്റർ അടിക്കുക. ഓക്കെ മതി. ഇനി ഞാൻ തരുന്ന കമാൻഡ് കളയിലിട്ട് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് അതെ ചാറ്റിൽ ഇട്ട് തരാം കേട്ടോ. അതേപോലെ
ഇതിനകത്താണ് സ്ട്രോങ് പാസ്വേഡ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. മറ്റേ സ്ട്രോങ് പാസ്വേഡ് അത് അതേപോലെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന്റെ നോട്ട് പാഡിൽ ആദ്യം ഇടട്ടെ. ഇത് ഓക്കെ, ഇതല്ലേ സാധനം? അതെ അതെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റില്ല. ഇതടിച്ചാൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്യിക്കുക മതി. ഇനി എൻ്റർ അടിച്ച് ഓക്കെ. ഇനിയാണ് ഒരു 4 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇനി ബ്രൗസറിലൊന്ന് പോവാം കേട്ടോ. ബ്രൗസറിൽ പോയി ജസ്റ്റ് മറ്റേ 80 ലോക്കലോസ്റ്റ് 8000 എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. പാസ്വേഡ് സ്ട്രോങ് പാസ്വേഡ് ആട്ടോ. നോട്ട് പാഡിൽ പാസ്വേഡ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ കമാൻഡ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമാൻഡ് വെച്ച് മറന്നുപോയി ഞാനത്. ഞാൻ ലോക്കൽ ഹോസ്റ്റ് അതിന് ടൈപ്പ് ചെയ്ത് വെച്ചുതരാം. എന്നിട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് റൺ ചെയ്താൽ മതി. ലോക്കൽ ഹോസ്റ്റ് 8001 അല്ലേ? 8000 8000 കമാൻഡ് എൻ്റർ അടിച്ചോ. ഇനി വെയിറ്റ് ചെയ്യാം ഒരു 3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അവിടെ വല്ല കമ്പനി വല്ല നോക്കിയാ മുഹമ്മദ്? ഇവിടെ അരാംകോ എന്നുള്ളൊരു കമ്പനിയാണ് സാറേ. ഇതില് നമ്മുടെ ഈ ഫീൽഡില് ഏറ്റവും കൂടുതൽ ഉള്ളത് മറ്റേ ഇപ്പൊ യുദ്ധം നടക്കുന്ന ആ സെക്ഷനിലുള്ളത് റിയാദിലാണ് ഉള്ളത്. ഞാൻ ഇപ്പൊ നിൽക്കുന്ന ജിദ്ദയിലാണ്. ഇപ്പൊ അവിടെ വേക്കൻസീസ് ഒരുപാടുണ്ട്. കുറെ പേര് പോയവരുണ്ട്, കുറെ പേരെ പിരിച്ചുവിട്ടവരുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നത്തിലാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ കമ്പനികൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അരാംകോ അങ്ങനെ ഒരുപാട് കമ്പനിയുണ്ട്. അവിടെയല്ലേ മറ്റേ മിസൈലൊക്കെ വീഴണേ? ആ സ്ഥലങ്ങളിലല്ലേ? അതെ അവിടെയാണ് വീണത്. ആ മേഖലയിലേക്കാണ് വീണത്. പ്രത്യേകിച്ച് ഈ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ളത്. അതുമായിട്ട് എന്തെങ്കിലും ഒരു പാർട്ണർഷിപ്പ് എങ്കിലും ഉണ്ടായിരുന്ന മതി, അതവർ തകർത്തുള്ള ആ അഗ്രിമെന്റിൽ. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ വല്ല. അതെ, അതാണ് ഞാൻ നോക്കുന്നത്. ഉയരെങ്കിലും കിടക്കുവാണെങ്കിൽ ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട, വെറുതെ എന്തിനാണ് അവിടെ പോയുള്ള മെസ്സേജ് സെറ്റപ്പ്. ഇല്ലെങ്കിൽ ദുബായ് ബേസ് ചെയ്തിട്ട് വേറെ അങ്ങോട്ടും നോക്കാൻ അവിടെ ഇത് തന്നെ അവസ്ഥ. ഇനി വേക്കൻസിൽ ഒരുപാട് വരും സാറേ. നമ്മൾ ഈ കൊറോണ ടൈമിൽ പോയവരാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഞങ്ങളുടെ മെറ്റീരിയൽ ഒക്കെ ഇപ്പം ഹോൾഡ് ആണ്. ഇവിടെ ഉള്ള മെറ്റീരിയൽ ഒക്കെ വരും. ബാക്കിയുള്ളതൊക്കെ ഇനി എന്താവുന്ന ഒരു പിടുത്തമല്ലേ തുടർന്ന് പോണെങ്കിൽ. നാട്ടിലെന്ന് പറഞ്ഞ രൂപത്തിന്റെ വില ഇങ്ങനെ ഇടിഞ്ഞോണ്ടിരിക്കുക. അതെ, ഡോളറിന് എത്ര 100 രൂപ എന്താ വില ഒരു ഡോളറിന്? അതന്നെ 100 അടുപ്പിച്ച് എത്താറായി. 95 എങ്ങാണ്ട് കഴിഞ്ഞ്. സെഞ്ചുറി എത്താറായി ഇപ്പം. വന്നു. ഓക്കെ സാർ, മറ്റേ പാസ്വേഡ് ഇപ്പം എടുത്തിട്ടിരിക്കാം. ഒരു മിനിറ്റ്. ഇപ്പൊ ഈ ഇലക്ഷൻ ഒക്കെ നടക്കുന്നതുകൊണ്ടാണ് ഗ്യാസിന്റെ പെട്രോളിന്റെ വില ഇപ്പൊ കേറിട്ടെ. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു കേറ്റലായിരിക്കും. ഇലക്ഷൻ വരെ ഉറപ്പായിട്ട് കയറും. അതിന് കുറഞ്ഞതിനേക്കാളും ഡബിൾ ഇരട്ടിയായിട്ട് കൂടും. പിന്നല്ലേ നാട്ടിലത്തെ അവസ്ഥ എനിക്ക് അറിയാൻ സാറേ. പിന്നെ നാട്ടിലാണെങ്കിൽ പിന്നെ സ്വന്തം നാടെന്നുള്ള ഇതിൽ എങ്ങനെ ആണെങ്കിൽ നാട്ടിൽ തന്നെ നോക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് തന്നെ പുറത്തോട്ട് നോക്കാന്നുള്ള കണ്ടീഷനിലാണ് വിചാരിച്ചു. എന്തായാലും നോക്ക്, നാട്ടിൽ കിട്ടുവാണെങ്കിൽ പിന്നെ നാട്ടിൽ വന്നു. അത് കിട്ടിയിട്ടേ വരാവുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ ആയിപ്പോ. പക്ഷെ വിഷയം എന്ന് വെച്ചാൽ എന്റെ എഗ്രിമെന്റ് ഓഗസ്റ്റ് തീരുകയും ചെയ്യും. ഇവരിന് പുതിയത് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒരു 1 ഇയറോടെ നിൽക്കേണ്ടത്. അതാ വിഷയം. ഇത് ഓട്ടോ റിന്യൂ ആണ്. അതായത് ഓട്ടോ റിന്യൂ ആണ് സാറേ. ഇത് നമ്മുടെ എഗ്രിമെന്റ് ഓട്ടോമാറ്റിക് റിന്യൂ ആണ്. അപ്പൊ നമുക്കൊരു 2 മാസമായി തീരണ 2 മാസത്തിന് മുന്നേ നമുക്ക് എന്താണ് ഓട്ടോ റിന്യൂ ഓഫ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ആപ്ലിക്കേഷൻ കയറിയിട്ട്. ഓഗസ്റ്റ് വരെ ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ. സമയമുണ്ട്, ഓഗസ്റ്റ് വരെ ഉണ്ട്. അതുവരെയാണ് സ്കിപ്പ്. ഇതിലല്ലല്ലോ നമ്മുടെ മോണിറ്ററിങ്ങിനല്ലേ? കുഴപ്പമില്ല, അതന്നെ ഫുൾ സ്ക്രീൻ ആക്കിക്കോ. നമ്മുടെ സെറ്റിംഗ്സിൽ ഒന്ന് പോയേ. സെറ്റിംഗ്സിൽ പോയേ. എന്നിട്ട് ആഡ് ഡാറ്റ, മോണിറ്ററിംഗ് സ്കിപ്പ്. സാർ ഇതിന്റെ പ്രോജക്റ്റ് എന്തായിരിക്കും? നമ്മുടെ സ്പ്ലങ്ക് ലോഗ് റീഡിംഗ് അതായിരിക്കണം. ലോഗ് അനാലിസിസ്, സ്പ്ലങ്ക് ഇൻസ്റ്റാളേഷൻ വരും. ലോഗ് അനാലിസിസ് ഉണ്ട്, വിഷ്വലൈസേഷൻ ഉണ്ട്, റിപ്പോർട്ടിംഗ് ഉണ്ട്. ഈ 4 കാര്യങ്ങളുണ്ട്. ഓക്കെ സാർ. ബ്രൗസർ, ഡാറ്റ വന്നു. ഡാറ്റ ലോഗ്, ആക്സസ് ലോഗ്. അതന്നെ. ഇനി സെലക്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ്. അതന്നെ നെക്സ്റ്റ്. വെയിറ്റ് ചെയ്യട്ടാ, പറയാം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം.
നെക്സ്റ്റ്. ഓക്കെ, ഇനി ആ പേര് മാറ്റാം. ഹോസ്റ്റ് ഫീൽഡ് വാല്യൂ എന്ന് പറഞ്ഞ താഴെ അത് മാറ്റിട്ട് വെബ് എന്ന് പറഞ്ഞു കൊടുക്കുക. വെബ്. WEB വെബ്. നെക്സ്റ്റ്. റിവ്യൂ. അതന്നെ റിവ്യൂ അതന്നെ. ഇനി സബ്മിറ്റ്. സ്റ്റാർട്ട് സെർച്ച്. ഇനി അവിടെ ഒരു അത് മൊത്തം അയ്യോ അതാണ് കൊടുത്ത ലോഗൊക്കെ. ഓക്കെ അത് മൊത്തം അത് മൊത്തത്തിൽ കിടക്കണതാണ്. അത് മൊത്തത്തിൽ വായിച്ചത്. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നും കാണത്തില്ല, ബ്ലാങ്കേ കാണത്തില്ല. അപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലോഗ് എല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർ കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. സ്റ്റാർ കൊടുത്തിട്ട് എൻ്റർ അടിച്ചേ. ഇതാണ്. അപ്പൊ ഇതാണ് ലോഗ് വന്നിട്ടുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ ലോഗ് എല്ലാം പഞ്ചായത്ത് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളിപ്പോ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ സ്റ്റാർ കൊടുത്തു നമ്മൾ ഷിഫ്റ്റ് ഹാൻഡ് ഓവർ വാങ്ങിയിട്ട്. അതന്നെ. അപ്പൊ ഈ സെർച്ചിൽ സ്റ്റാർ ആണ് ആദ്യം ആഡ് ചെയ്യേണ്ടത് കേട്ടാ. സ്റ്റാർ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിക്കുമ്പോഴാണ് നമുക്ക് ഈ ലോഗ് എല്ലാം വരണേ. ഇന്നത്തെ ഡേറ്റിനുള്ളതാ വന്നത് 2 ഇതിലുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കണ്ടെന്ന് പറഞ്ഞാൽ 404 ഇൻവാലിഡ് അങ്ങനത്തെ എറർ മെസ്സേജ് ആണ് മെയിൻലി നോക്കേണ്ടത്. അപ്പൊ ആദ്യം ഈ എറർ മെസ്സേജും കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പൊ അതില് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റ് എന്ന് പറഞ്ഞ് ഹോസ്റ്റ് ഈക്വൽ ടു വെബ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യണം ഫസ്റ്റ്. സ്റ്റാർ വായിക്കണം. എന്നിട്ട് ഹോസ്റ്റ് കണ്ട ഓൾറെഡി വന്നണ്ട, താഴെ വന്നണ്ട, ഓട്ടോ കംപ്ലീറ്റ് വന്നണ്ട. ഇനി അതൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സ്പേസ് കൊടുക്കുക. എൻ്റർ ഒന്നും കൊടുക്കില്ല. അപ്പൊ എൻ്റർ കൊടുക്കുമ്പോൾ ഹോസ്റ്റ് വെബ് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്നത്. പക്ഷെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വേണം. 404 എന്ന് പറഞ്ഞ എറർ വരണം. 404 എറർ വരണമെങ്കിൽ അത് ഇരിക്കുന്നത് സോഴ്സ് ടൈപ്പ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലായിരിക്കുന്നത്. സോഴ്സ് ടൈപ്പ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി. അപ്പം കൊടുക്കുക സോഴ്സ് ടൈപ്പ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. സോഴ്സ് ടൈപ്പ് SOUR സോഴ്സ് കണ്ട താഴെ വന്നണ്ട. സോഴ്സ് ടൈപ്പ് ഈക്വൽ ടു ആക്സസ് കമ്പൈൻഡ് എന്ന് പറഞ്ഞു വരും. സോഴ്സ് ടൈപ്പ് ഈക്വൽ ടു ആക്സസ്. അതന്നെ, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തേ പിന്നെ 404 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. 404 എന്ന് പറഞ്ഞ ടൈപ്പ്. ഇനി എൻ്റർ അടിക്കില്ല. ഇതിന്റെ ഇനി എൻ്റർ ഒന്ന് അടിച്ചു നോക്കിയേ. ഇത് അതന്നെ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജംബിൾഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നെങ്കിൽ ഈ കമാൻഡ് ഇടയ്ക്ക് സ്പേസ് വന്നില്ലേടാ. ഹോസ്റ്റ് വെബ് ആ മേലി സെർച്ച് ഉണ്ടാ എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെ എടുക്കുക. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു സ്ട്രിങ് പോലെ, അതായത് നമ്മൾ ഇടയ്ക്ക് പാരാമീറ്റേഴ്സ് കൊടുക്കണം ഇതിനകത്ത്. അപ്പൊ ഈ ഓരോ സ്പേസിലും ഓരോ ഇതിനകത്ത് ആൻഡ്, അതായത് ഹോസ്റ്റ് വെബ് ആൻഡ് സോഴ്സ് ടൈപ്പ് അതന്നെ ആൻഡ് പിന്നെയാണ് 404 കൊടുക്കേണ്ടത്. അത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം സ്പേസ് ഒഴിവാക്കണം, ഇതിനകത്ത് തന്നെ ആൻഡ് കൊടുത്താൽ മതി. ആൻഡ് കൊടുത്ത് AND ആൻഡ് കൊടുത്തിട്ട് സ്പേസ് കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് വരണം. ആൻഡ് എന്ന് പറഞ്ഞ ആൻഡ് അല്ല, എഴുതണം. AND എന്ന് പറഞ്ഞ് എഴുതണം. അതും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ആൻഡ് സ്പേസ് ഇനി അപ്പുറത്തും കൂടി കൊടുക്കാം. അതന്നെ ഞാൻ ഇതിനെ അതന്നെ അവിടെ 404 ബാക്കിൽ അതന്നെ, അതായത് ഈ കൊമ്പൈൻഡിന്റെ അതല്ല ഇതിന്റെ ഇപ്പുറത്ത് 404 അതന്നെ അവിടെ AND എന്നിട്ട് സ്പേസ് കൊടുക്കുക. ഇതാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയും. അത് എന്തിനാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. അത് എൻ്റർ അടിച്ചോ. ഓക്കെ, അപ്പൊ 404 എറർ ആണ് ഇപ്പൊ ഇതിനകത്ത് വന്നേക്കുന്നത്. ഇനി അടുത്ത നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ 404 വരണം, ഇൻവാലിഡും വരണം. മനസ്സിലായ? 404 വരണം, ഇൻവാലിഡ്. അപ്പൊ അവിടെ ഓർ കണ്ടീഷൻ വരും. അപ്പൊ ഓർ കണ്ടീഷൻ വരുമ്പം അപ്പൊ ഇത് 2 പാരാമീറ്റേഴ്സ്, അതായത് ഹോസ്റ്റ് ഏകദേശം കൊറി തന്നെ, ഇതിനകത്തും കൊറി തന്നെയാണ് യൂസ് ചെയ്യണേ. ആദ്യം ഒന്ന് അതന്നെ 2-3 വട്ടം ഇതിങ്ങനെ ആൻഡും ഓറും വെച്ച് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നീ ക്ലിക്ക് ആയിക്കോളും, പിന്നെ കാര്യം കത്തും. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റ് വെബും വേണം, സോഴ്സ് ടൈപ്പ് വേണം. പക്ഷെ ആ സോഴ്സ് ടൈപ്പ് ഹോസ്റ്റ് വെബ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 2 കണ്ടീഷനാണ് നോക്കേണ്ടത്. ഒന്ന് 404 നോക്കണം, പിന്നെ ഇൻവാലിഡ് എന്ന് പറഞ്ഞ് നോക്കണം. അപ്പൊ ഈ 404 ഇൻവാലിഡ് ഓർ കണ്ടീഷനിൽ വരും. അപ്പൊ ആ 404 ഇൻവാലിഡിനെ ബ്രാക്കറ്റ് ആക്കാം. ഇനി ഒരു ബ്രാക്കറ്റ് കൂടി ഉണ്ടാക്കിയേ. ഒരു ബ്രാക്കറ്റ് 4 ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. അതായത് ഷിഫ്റ്റും 9 വെക്ക്. എന്നിട്ട് 4 എന്നിട്ട് സ്പേസ് കൊടുത്തേ. എന്നിട്ട് ഓർ കണ്ടീഷൻ കൊടുത്തേ. ഓർ ക്യാപിറ്റൽ ആണോ? അതിന് തന്നെ
ഇതിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം ക്യാപിറ്റൽ ആയിരിക്കും കേട്ടോ. അപ്പൊ ക്യാപിറ്റൽ ആയിരിക്കണം. 404 ഓർ ഇൻവാലിഡ് എന്ന് പറഞ്ഞ ടൈപ്പ് ഇൻവാലിഡ് വന്നു. വാലിഡ്. ഇനി അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തേ. ഇനി എൻ്റർ അടിച്ചേ. ഇത് എന്തോ ഒരു ഇവിടെ വന്നല്ലോ സാർ, അത് വിഷയമില്ലല്ലോ. ഇല്ല അത് പ്രശ്നമൊന്നുമില്ല. 404 ഓർ എൻ്റർ കൊടുക്കട്ടെ. എൻ്റർ അടിച്ചു കേട്ടാ. ഇനി 404 അല്ലെങ്കിൽ ഇൻവാലിഡ്. ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴത്തോട്ട് പോയി. ഇൻവാലിഡ് വല്ലതും കാണുന്നുണ്ടോ നോക്കിയേ. ഇതിനകത്ത് 404 ആണ്. താഴത്തോട്ട് പോട്ടെ. ഇൻവാലിഡ് ഇതിൽ എഴുതി കാണിക്കും അല്ലേ? അതന്നെ ഹൈലൈറ്റ് ചെയ്ത് വരും. ഹൈലൈറ്റ് ആക്സസ് കോമ്പൈൻ, ഇത് മറ്റേ കമ്പൈൻഡ്. ഓക്കെ, ആ 404 പകരം ഏതെങ്കിലും ഒരു ലോഗ് ഇൻവാലിഡ് എന്ന് പറഞ്ഞ് ഇൻവാലിഡ് കാണും. വേറെ എന്തെങ്കിലും ഇതായിട്ട് എഴുതി വന്നു. കുഴപ്പമില്ല. അല്ലെങ്കിൽ മേളിൽ പോയെ സെർച്ചിൽ പോയെ, എന്നിട്ട് ആ 404 വായിച്ചിട്ടൊന്ന് എൻ്റർ അടിച്ചേ. അപ്പൊ ഇൻവാലിഡ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആ ഓറും 404 വായിച്ചുതരാം. ആ ബ്രാക്കറ്റും കൂടി കളഞ്ഞുതരാം. എന്നിട്ട് അപ്പുറത്തെ ആ ബ്രാക്കറ്റും കൂടി കളഞ്ഞത്. ഇൻവാലിഡിന്റെ ഡിയുടെ അപ്പുറത്തെ ഒരു ബ്രാക്കറ്റ് ഉണ്ടാ, അതും കൂടി. ഇതൊന്നും എനിക്ക് നേരത്തെ കൊടുത്തിരുന്ന മിസ്റ്റേക്ക് വന്നു സാർ. എനിക്ക് ഇതൊന്നും നോക്കട്ടെ. ഏതാ? ഞാൻ നേരത്തെ കൊടുത്തില്ലായിരുന്നോ? ഓക്കെ അതൊന്ന് കൊടുത്തു നോക്കിയേ. അതന്നെ അതിൽ ഞാൻ ബ്രാക്കറ്റിൽ എന്തോ വേറൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്ത് നോക്കാം. വേറൊരു ലോഗോ കണക്ക് വന്നിട്ടുണ്ടോ? ഞാൻ അതിന്റെ ഇൻവാലിഡ് കമ്പൈൻഡ് ഇല്ല, എന്റെ മിസ്റ്റേക്കാ, വന്നിട്ടില്ല. ഓക്കെ, ഇത് മാറി ഓർ മായ്ക്കാം, ബ്രാക്കറ്റും മായ്ക്കണം. ഓക്കെ, ആ ബ്രാക്കറ്റും പിന്നെ 404 പിന്നെ പറഞ്ഞൊരു ലോഗോ ഇല്ല. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് 24 മണിക്കൂറിലുള്ള ഡാറ്റ എനിക്ക് വേണ്ട. 24 hours ടൈമാണ് അടുത്ത സെർച്ച് ചെയ്യണത്. അപ്പൊ എല്ലാം അയച്ചേരെ. ഇവിടെ എന്തോന്ന് ക്ലിക്ക് ചെയ്യണോ? അല്ല ഇവിടെ അതിനകത്ത് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പൊ അതിനകത്ത് കൊടുക്കുക ഏർലിയസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഏർലിയസ്റ്റ് EARLIEST ഈക്വൽ ടു 24 ഈക്വൽ ടു -24 മൈനസ് ഈക്വൽ ടു -24 അറ്റ് ദ റേറ്റ് അതന്നെ അറ്റ് ദ റേറ്റ്. ആ ഇമെയിലിന്റെ അറ്റ് ദ റേറ്റ് ഇല്ലേ, എന്നിട്ട് എച്ച് കൂടി കൊടുക്കാം. എൻ്റർ അടിച്ചേ. വേണ്ട സ്പേസ് ഒന്നും. അപ്പൊ 24 മണിക്കൂറിലുള്ള ഡാറ്റ കിട്ടും. ഇതാണ് ലാസ്റ്റ് 24 hours. അപ്പൊ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇങ്ങനെ കമാൻഡ് ടൈപ്പ് ചെയ്യല്ലേ, റൈറ്റ് സൈഡിൽ ടൈം റേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ ഇന്ന ടൈം ടു ഇന്ന ടൈം വരെ വെക്കാൻ അത് ക്ലിക്ക് ചെയ്തേ. ആ ടൈം റേഞ്ച് ഒന്ന് ക്ലിക്ക് ചെയ്തേ. അതിനകത്ത് ഞാൻ പറയാം. അതിനകത്ത് ഡേറ്റ് റേഞ്ച് എന്ന് പറഞ്ഞ താഴെ ഒരു ഓപ്ഷൻ കണ്ടാ, ഒന്ന് താഴത്തോട്ട് പോയ മൗസ്. ഡേറ്റ് റേഞ്ച് അതിന്റെ താഴത്തോട്ട് പോയ ഡേറ്റ് റേഞ്ച് എന്ന് പറഞ്ഞ് ഡേറ്റ് റേഞ്ച് അതിന്റെ തൊട്ട് മേടി. അതന്നെ അത് ക്ലിക്ക് ചെയ്തേ. അതിന്റെ താഴെയുള്ള ഡേറ്റ് ആൻഡ് ടൈം റേഞ്ച് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തേ. ഓക്കെ, ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ ആ ഡേറ്റയാണ് വേണ്ടത്. അപ്പൊ അപ്ലൈ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ടൈം 24 എത്ര, 1 മണി 2 മണി. അപ്പൊ ഇത് അവർ മിനിറ്റ് സെക്കൻഡ് ആട്ടോ. ഇത് ആദ്യത്തെ 12 എന്ന് പറഞ്ഞാൽ 12 മണിയാ. അപ്പൊ 12 മാറ്റി 11 ആക്കി കഴിഞ്ഞാൽ 1 മണിയായി. അപ്പൊ 13 അങ്ങനെ ആട്ടാ. 24 hours ആട്ടെ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. ഇതിപ്പോ ഇങ്ങനെ മാറ്റിയിട്ട് മൊത്തം വായിക്കാൻ പറഞ്ഞുതരാം. ഇപ്പൊ മോഹന് ഏത് മണിക്കാ വേണ്ടേ? 6 to 7 നോക്കിയാലും. 6 to 7 AM ആണോ PM ആണോ? PM നോക്കിയാൽ മതി. അപ്പൊ PM എന്ന് പറയുമ്പോ 6ന് 24 മണിക്കൂർ ആക്കുവാണെങ്കിൽ എന്ത് വരും? 18
18 വരും. 18 എത്ര മണിക്കാ? 18 2 കോളം കൊടുക്കാം. എന്നിട്ട് മിനിറ്റ് പറഞ്ഞോ. എത്ര 6 എത്ര 6:18 6 എത്ര കിട്ടും? 6:30 ആണ്, 6:45 6:40 6:20 ഇനി കോളം കൊടുത്തേ. ഇനി സെക്കൻഡ് കൊടുക്കാം. സെക്കൻഡ് മീൻസ് 60 അല്ലല്ലോ, 60 അല്ലല്ലോ. സെക്കൻഡ് എന്തെങ്കിലും കൊടുത്തോ. 1 2 3 4 5 6 60 സെക്കൻഡ് വരെ ഓടല്ലോ. അതന്നെ. ഇനി കോളം കൊടുക്കാം. ഇനി ഒരു 3 0 കൊടുത്തേരെ. മില്ലി സെക്കൻഡ്സ് അത് യാതൊരു പ്രശ്നമില്ല. ഇനി എൻ്റർ എന്ന് പറഞ്ഞു നിൽക്കുക. അപ്ലൈ എന്ന് പറഞ്ഞു കൊടുത്തേ. അപ്ലൈ വരുന്നില്ലല്ലോ. അപ്ലൈയുടെ ചിഹ്നം വരുന്നില്ല. ടൈമിൽ എന്തോ വ്യത്യാസം വന്നു. ഞാൻ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 60 മാറ്റിയിട്ട് ആ മിനിറ്റ് 60 ഒരു കാര്യം ചെയ്യാം. ആ 18 മാറ്റി 6 എന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ 6:30:60:3 എന്ന് പറഞ്ഞു കൊടുത്തേ. Could not pass the timestamp given into hour, minute. മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അവർ മിനിറ്റ്, സെക്കൻഡ് ആൻഡ് മില്ലി സെക്കൻഡ് ഇതല്ലേ കൊടുത്തത് നമ്മള്? അതാ കൊടുത്തേ. ആ 00 മാറ്റി 11 എന്ന് പറഞ്ഞാൽ 18 എന്ന് പറഞ്ഞു കൊടുത്തേ. 18 കോളൻ 00 കോളൻ 00 കോളൻ 000 ഒരു 0 കൂടി. 3 0 ആണല്ലോ. ബിഫോർ ബിഫോർ ബിറ്റ്വീൻ അങ്ങനെയാണ്. അഡ്വാൻസ് ഒരു കാര്യം ചെയ്യാം. ഡേറ്റ് റേഞ്ച് ഒന്ന് ചുമ്മാ ക്ലോസ് ചെയ്തിട്ട് ഡേറ്റ് റേഞ്ച് അത് അപ്ലൈ എന്ന് പറഞ്ഞ ഡേറ്റ് റേഞ്ച് കൊടുത്തിട്ട് അപ്ലൈ ചെയ്തെടുത്തേ. ഓക്കെ, അത് വന്ന്. ഇനി വീണ്ടും ആ ടൈം ആൻഡ് റേഞ്ച് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തേ. അതന്നെ. ഇനി ആ ഡേറ്റ് ടൈം റേഞ്ച് വീണ്ടും ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേ. അതല്ല, അതിന് താഴെ. ഓക്കെ, ഇനി ഇതിനകത്ത് പറയണത് ഡേറ്റ് ടൈം റേഞ്ച് എന്ന് പറഞ്ഞാൽ 2/4/26 അപ്പം മുഹമ്മദ് ഈ താഴെ കണ്ട ലെഫ്റ്റ് സൈഡിൽ ആ താഴെ കണ്ട 17 16 ഇല്ല. 6 മണിയുടെ കണക്കില്ല ഇതിനകത്ത്. അതുകൊണ്ടാ കിട്ടായിരുന്നേ. അതിനകത്ത് കൊടുത്തേക്കുന്ന ടൈം ഉണ്ട് 17. അതായത് 5 മണിക്കത്തെ ടൈമാണ്. അപ്പൊ അതൊന്ന് കൊടുത്തേക്ക്. അതന്നെ. ആ 17:00 ആ ടൈം ഒന്ന് കൊടുത്തേ കറക്റ്റ് ആയിട്ട്. 17:00 കോളൻ ആദ്യത്തെ ആ ലോഗിന്റെ ടൈം ഒന്ന് കൊടുത്തേ. 17:00 കോളൻ 08 8 7 കൊടുത്തു. കുഴപ്പമില്ല. 7 കൊടുത്തു. കോളൻ 30 കോളനാണ് ഡോട്ട്. അത് കഴിഞ്ഞിട്ട് ആ 7 കഴിഞ്ഞിട്ട് മറ്റേ ഡോട്ട് ആണല്ലേ വരുന്നത്? ഓക്കെ അതാണ് കിട്ടാതിരുന്നത് എനിക്ക് തോന്നുന്നത്. എനിക്കാണെങ്കിൽ കണ്ണും കാണാൻ പറ്റുന്നില്ല. അയ്യോ, അത് ലാസ്റ്റ് മില്ലി സെക്കൻഡ് വായിച്ചേ. മുഹത്തസി വായിച്ചേ. നമ്മൾ ആദ്യം കൊടുത്ത 18 കൊടുത്തേ. 16 18 30 കോളൻ 60 ഡോട്ട് 30 ഡോട്ട്. ഇനി അല്ല, കോളം ഇല്ല. ഇനി 60 കഴിഞ്ഞ കോളമേ ഇല്ല, ഡോട്ടേ ഉള്ളൂ. കണ്ടാ? ഡോട്ട് 3. അതാണ് പ്രശ്നം പറ്റിയത്. ഇത് അതെ. സെക്കൻഡ് മസ്റ്റ് ബി ബിറ്റ്വീൻ 0 to 59. നീ 60 കൊടുത്ത് 59 കൊടുക്ക്. 60 കൊടുക്കല്ലേ. 59 കൊടുത്തേ. ഇനി അപ്ലൈ കൊടുത്തേ. അതാണ് പ്രശ്നം പറ്റിയത്. ഓക്കെ, വന്നല്ലോ. ഇഷ്ടംപോലെ വന്നല്ലോ. ഓക്കെ, 18 വന്നില്ല. 18 ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. 17 ഉണ്ട്. 17 വരെ ഉള്ളു. അതിന്റെ തൊട്ടടുത്തുള്ള വരെ ഉള്ളു. ഫസ്റ്റ് earliest 24 at hour. എഡ്ജ് സോഴ്സ് ആക്സസ് മൈൻഡ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ലിനക്സ് സിസ്റ്റം യൂസ് ചെയ്യണമെങ്കിൽ അത് മായിച്ചിട്ട് ലിനക്സ് എന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടാ. ലിനക്സ് അതന്നെ, അത് മൊത്തം വായിക്കാം. എയർലിയസ്റ്റ് എന്ന് പറഞ്ഞ് മൊത്തം വായിച്ചിട്ട് ലിനക്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. എൻ്റർ അടിച്ചേ. അതന്നെ.
ഓക്കെ ഒന്ന്. അപ്പൊ ലിനക്സ് ഇതിപ്പോ ലിനക്സ് നമ്മൾ ഉണ്ടോ? ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ അങ്ങനെ അടിച്ചു നോക്കാൻ പറ്റുമോ? ഇപ്പൊ അല്ലല്ല ഇപ്പൊ എനിക്ക് അല്ലല്ല എന്തെങ്കിലും അല്ലല്ല രണ്ട്, ഒന്നെങ്കിൽ ലിനക്സ് അല്ലെങ്കിൽ വിൻഡോസ് ആയിരിക്കും. ഇപ്പൊ ലിനക്സിനകത്ത് ആ ലോഗ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അവൻ എന്താ യൂസ് ചെയ്യുന്നത്, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കാണാൻ പറ്റും. ഒരു ലോഗ് വായിച്ച പോകുന്നത് അതിനകത്ത് കാണാൻ പറ്റും. ആ ലോഗ് വായിച്ചു, ഏതെങ്കിലും ഒരു ലോഗ് വായിച്ചു, ആദ്യത്തെ ലോഗ് തന്നെ വായിച്ചു. മോസില ഉപയോഗിക്കുന്നത് ലിനക്സ് അത് ആണ്. അല്ലല്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണും അതിനകത്ത്. മോസില ഫയർഫോക്സാ, ബ്രൗസറാ അത്. ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഏതാ? അല്ല, മോസിലയുടെ അതന്നെ. അപ്പൊ ഉബുണ്ടു ആണ് യൂസ് ചെയ്യണത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ്, അപ്പൊ ഉബുണ്ടു സിസ്റ്റം ആണ്. അപ്പൊ ലിനക്സ് ടൈപ്പ് ചെയ്താൽ മതി. ഏതാ? ഉബുണ്ടു, കാളി, ഫെഡോറ, അതിൽ വരുന്നത് ആ ബേസ്ഡ് പറഞ്ഞാൽ കിട്ടുമല്ലേ? അതന്നെ എല്ലാം കിട്ടിക്കോളും. അപ്പൊ ലിനക്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മുഹമ്മദ് സ്വന്തം യൂസർ നെയിമിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഇതിപ്പോ അഡ്മിൻ ആക്സസ് എല്ലാവർക്കും അഡ്മിൻ ആക്സസ് കിട്ടത്തില്ല. ഓരോരുത്തർക്കും ഓരോ യൂസർ നെയിം വെച്ച് മുഹമ്മദ് കൊടുക്കേണ്ടി വരും. ആ യൂസർ നെയിം കൊടുക്കണയാണ് സെറ്റിംഗ്സിൽ പോവാൻ. സെറ്റിംഗ്സ്. ഇതിന്റെ എല്ലാം റെക്കോർഡിംഗ് ഉണ്ടല്ലോ അല്ലേ മുഹമ്മദ്? റെക്കോർഡിംഗ് ആണ് തോന്നുന്നത്. ഉണ്ട്. ഇനി സെറ്റിംഗ്സ് റൈറ്റ് സൈഡിൽ യൂസർ കണ്ട, ഏറ്റവും റൈറ്റ് സൈഡിൽ യൂസേഴ്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ താഴെ ബ്ലൂ കളറിൽ എഴുതി കാണും. റൈറ്റ് സൈഡിൽ താഴെ ബ്ലൂ കളർ, അപ്പുറത്തെ വശം അതന്നെ. ക്ലിക്ക് ചെയ്തോ. ഇനി ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ന്യൂ യൂസർ എന്ന് പറഞ്ഞൊരു പച്ച ബട്ടൺ കണ്ട മേരി, അത് ക്ലിക്ക് ചെയ്യാം. ഇനി അതിനകത്ത് മുഹമ്മദിന്റെ പേര് കൊടുക്കുക. ഇനി ആ ഇമെയിൽ അഡ്രസ് കളഞ്ഞേരാ. വേണ്ട, സ്പേസ് കൊടുക്കുകയും ചെയ്യില്ല. അണ്ടർസ്കോർ കൊടുത്തിട്ട് ഖാൻ കൊടുത്തു. ഓക്കെ. ഇനി ആ ഇമെയിൽ അഡ്രസ് ഒന്ന് വായിച്ചേരെ, അഡ്മിൻ വായിച്ചേരെ, മൊത്തം വായിച്ചേരെ. ഇനി പാസ്വേഡ്, ഇനി ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുത്തോ. ആ സെറ്റ് പാസ്വേഡ് ഇമെയിൽ അഡ്രസ് ഒന്നും കൊടുക്കണ്ട, ഒന്ന് പാസ്വേഡ് മാത്രം. സെറ്റ് പാസ്വേഡ്, ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കുക. അത് മൊത്തം വായിച്ചേരെ. ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കുക. ഇനി അതന്നെ താഴെ കൺഫേം പറഞ്ഞു കൊടുക്കുക. കൺഫേം പാസ്വേഡ് കൊടുക്കുക. കുറച്ചൊന്ന് താഴത്തോട്ട് സ്ക്രോൾ ചെയ്തേ. പോട്ടെ. ഞാൻ അൺടിക്ക് ചെയ്യാം. ആ റിക്വയർ പാസ്വേഡ് അൺടിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ചുകൂടി താഴെ പോട്ടെ. ഒരു ചെക്ക് ബോക്സ് അതല്ലല്ലോ, ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ഒരു താഴെ തന്നെ, അതല്ല താഴെ തന്നെ, ഏറ്റവും താഴെ ആ ക്യാൻസലിന്റെ താഴെ തന്നെ ഒരു ചെക്ക് ബോക്സ് വരും. ചെയ്യാം, ബ്രൗസർ ഒന്ന് മിനിമൈസ് ചെയ്തേ. ആ സ്ക്വയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മേളി അതന്നെ മിനിമൈസിന് അപ്പുറത്തുള്ള സ്ക്വയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആ മേളി മിനിമൈസ് ക്ലിക്ക് ചെയ്തേ. ഇനി ഒന്ന് അതെ, റിക്വയർ പാസ്വേഡ്. വെയിറ്റ്. കുഴപ്പമില്ല. അതൊന്ന് ഫുൾ സ്ക്രീൻ ആക്കിയത്. കുഴപ്പമില്ല, ഫുൾ സ്ക്രീൻ ആക്കിയൊന്ന് ജസ്റ്റ് ഒന്ന്. കുഴപ്പമില്ല, ക്രിയേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തേ. നോക്കട്ടെ. ഓക്കെ, വന്നു. കുഴപ്പമില്ല, സേവ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ ലോഗ് ഔട്ട് ചെയ്തേ. അഡ്മിനിസ്ട്രേറ്ററിൽ പോവാ. മേടി അഡ്മിനിസ്ട്രേറ്റർ കണ്ട, ലോഗ് ഔട്ട് ചെയ്തേ. ഓക്കെ. ഇനി മുഹമ്മദ് തന്നെ. ഓക്കെ, ഇനി മുഹമ്മദിന്റെ യൂസർ നെയിം പാസ്വേഡ് മുഹമ്മദിന്റെ തന്നെ കൊടുക്കുക കേട്ടോ. മുഹമ്മദ് ഇപ്പൊ കൊടുത്ത പാസ്വേഡ് കൊടുക്കുക. ഇനി ഒന്ന് സൈൻ ഇൻ ചെയ്തേ. ഇതാണ്. അപ്പൊ ഇനി അനലൈസ് ചെയ്യണ എല്ലാം ഈ യൂസർ നെയിം വെച്ചായിരിക്കും. ഇനി ലോഗിൻ പോയി പ്രൊജക്ട് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ ഔട്ടിൽ തന്നെ നിന്നിട്ട് ചെയ്താൽ മതി അല്ലേ? ഇതിനകത്തുള്ള ചെയ്താൽ മതി അല്ലേ? അതന്നെ ഈ യൂസർ നെയിമിൽ തന്നെ ബിൽഡ് ചെയ്താൽ മതി പ്രോജക്റ്റ് എല്ലാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സെറ്റിംഗ്സിൽ പോവാ. എന്നിട്ട് സെറ്റിംഗ്സ് അല്ല, സോറി, മറ്റേ സെർച്ച് ആൻഡ് റിപ്പോർട്ടിംഗ് ഇല്ലേ, അതന്നെ അവിടെ ക്ലിക്ക് ചെയ്യാം. സ്കിപ്പ്. ഞാൻ ആദ്യം എന്താ സ്റ്റാർ, ആ സെർച്ചിൽ സ്റ്റാർ, അതന്നെ സ്റ്റാർ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് സെർച്ച് ചെയ്തേ. അതെ, കണ്ട, ഇതാണ് എപ്പോഴും ഇങ്ങനെ ചെയ്യാമല്ലോ കേട്ടോ. എല്ലാത്തിനും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനിയാണ് നമ്മൾ വിഷ്വലൈസേഷനിലോട്ട് പോകണം. എങ്ങനെ ഇത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് ആ ലോഗ്, വിഷ്വലൈസിന്റെ ലോഗ് എടുക്കാം. 404 തന്നെ ലോഗ് എടുത്തിട്ട് വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ 404 ലോഗ് ആദ്യം എടുക്കാം. ടൈപ്പ് ചെയ്യാം. ആ സ്റ്റാർ കളയാം.
ഇനി ടൈപ്പ് ചെയ്യുക സോഴ്സ് ടൈപ്പ് എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്ത സോഴ്സ്, അപ്പൊ താഴെ തന്നെ വരും. സോഴ്സ് ടൈപ്പ് ആക്സസ് കമ്പൈൻഡ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതന്നെ. ഇനി ആൻഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. AND സ്പേസ് സ്റ്റാറ്റസ് ഈക്വൽ ടു 404 ടൈപ്പ് ചെയ്യുക. സ്റ്റാറ്റസ് സ്പേസ് ഒന്നും കൊടുക്കില്ല കേട്ടോ. സ്റ്റാറ്റസ് ഈക്വൽ ടു 404 സ്പേസ് ഒരു പൈപ്പിന്റെ ചിഹ്നം കൊടുക്കുക. അതായത് ഷിഫ്റ്റ് അതന്നെ എന്ററുടെ മേളിൽ ഇനി സ്പേസ് കൊടുക്കുക. അതന്നെ കറക്റ്റ് സ്പേസ് കൊടുക്കുക. ടൈം ചാർട്ട് TIME ടൈം ചാർട്ട്, താഴത്തെ ബട്ടൺ ക്ലിക്ക് സ്പേസ് അതെ ടൈം ചാർട്ട് എൻ്റർ അടിച്ചിട്ട് കൊടുക്കുക. ടൈം ചാർട്ടിലെ എൻ്റർ അഞ്ച് സ്പേസ് കൊടുത്തിട്ട് കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. COUNT കൗണ്ട്. ഞാൻ എൻ്റർ അടിച്ചോ. ഓക്കെ, ഇതാണ്. ഇനി റൈറ്റ് സൈഡിൽ വിഷ്വലൈസേഷൻ കണ്ട മുഹമ്മദേ, അത് ക്ലിക്ക് ചെയ്തേ. അതെ താഴെ സ്റ്റാർട്ട് കണ്ട. ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഇതിപ്പം 404 മാത്രമേ ഉള്ളൂ. ഇനി നേരെ തിരിച്ച് സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് പോയേ. ആ വിഷ്വലൈസിന്റെ നേരെ ഇപ്പുറത്തെ സ്റ്റാറ്റിസ്റ്റിക് കണ്ട, അത് ക്ലിക്ക് ചെയ്തേ. ഇനി നേരെ ആ കൗണ്ട് കണ്ട, സെർച്ചിൽ പോയേ. കൗണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയേ. കൗണ്ട് സെർച്ചിൽ കൗണ്ട് തന്നെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി ടൈപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൗണ്ട് ബൈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കൊടുക്കുക. കൗണ്ട് സ്പേസ് ബൈ സ്റ്റാറ്റസ് സ്മോളാ സ്റ്റാറ്റസ് STATUS. വെയിറ്റ് ഞാൻ പറയാം. ഓക്കെ, ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടിന്റെ കമ്പാരിസൺ വേണം, എന്നാലേ നമുക്ക് ആ ചാർട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ 404 200 രണ്ട് പാരാമീറ്റേഴ്സ് എടുക്കാം. അപ്പൊ 404 സ്റ്റാറ്റസ് ഈക്വൽ ടു 404 എത്തിയതുണ്ട്. അവിടെ ആ പോയിന്റർ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയേ. 404 കൊണ്ടുപോയേ. പോയിന്റർ പോയിന്റർടാ പോട്ടെ 4 പോവാൻ. ഇനി രണ്ട് സ്റ്റാറ്റസാണ് നമുക്ക് വേണ്ടത്. അപ്പൊ 404 4 തന്നെ അവിടെ വെക്കാം. എന്നിട്ട് സ്പേസ് കൊടുത്തേ. എന്നിട്ട് ആൻഡ് അല്ല ഓറാ വേണ്ടത്. ഓർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തേ. OR സ്പേസ് സ്റ്റാറ്റസ് ഈക്വൽ ടു 200 എന്ന് പറഞ്ഞു കൊടുക്കുക. സ്റ്റാറ്റസ് ഈക്വൽ ടു 200 എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈ 200ഉം 404ഉം അത് രണ്ട് ബ്രാക്കറ്റിലായിരിക്കണം. ആ രണ്ട് ബ്രാക്കറ്റിലായിരിക്കണം കേട്ടാ. ഈ 200 അവിടെ ഒരു ബ്രാക്കറ്റ്, അപ്പുറത്ത് ആ സ്റ്റാറ്റസ് എസിന്റെ അവിടെ ഒരു ബ്രാക്കറ്റ്. അപ്പൊ ഈ രണ്ടുമാണ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ആൻഡിയുടെ അകത്ത് വരണ ഇതല്ല കേട്ടാ. അപ്പൊ ആൻഡിയുടെ അകത്ത് വരണ ഈ രണ്ടും. ഇനി ഒന്ന് എൻ്റർ അടിച്ച് ഇനി ഒന്ന് വിഷ്വലൈസേഷനിൽ പോയെ. അപ്പൊ രണ്ട് പാരാമീറ്റേഴ്സ് അതിനകത്ത് കാണാൻ പറ്റും. വിഷ്വലൈസേഷൻ പോയെ കണ്ടാ. അതിനകത്ത് പിങ്ക് കാണുന്ന 404, റെഡ് കാണുന്ന 200. ബ്ലൂ 200, ഇത് പിങ്ക് 404. അതന്നെ. ഇനി ആ ചാർട്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് വിഷ്വലൈസേഷൻ കിട്ടും. ചാർട്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത വിഷ്വലൈസേഷന്റെ അത് ക്ലിക്ക് ചെയ്തോ. ഇനി ഇഷ്ടമുള്ള ചാർട്ട് എടുക്കാം. ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്. അതന്നെ ഇപ്പുറത്തെ ലൈൻ തന്നെ എടുത്തോ. ആദ്യം കാണുന്ന ലൈൻ ചാർട്ട് എടുത്തോ. ആ കേർലി ഫസ്റ്റ് കാണില്ല, അതന്നെ ക്ലിക്ക് ചെയ്തോ. കണ്ടാ, അപ്പൊ ചാർട്ട് മാറിയതല്ല. ഏറ്റവും ഹൈ ഏതാണ് സാറേ പറയുന്നത്? 200 ഏറ്റവും ഹൈ ആയിട്ട് ഇരിക്കുന്നത്. അതായത് കൂടുതൽ വന്നേക്കുന്ന 200 ഗ്രാഫില്. 404 കുറവാ. 404 എറർ കുറവാ വന്നേക്കണേ. ഇനി മേടി സേവ് ആസ് കണ്ടാ മുഹമ്മദേ. ഏറ്റവും മേടി സേവ് ആസ് ക്ലിക്ക് ചെയ്യാ. റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം. റിപ്പോർട്ട് ഒരു ടൈറ്റിൽ കൊടുക്കാം. കൊടുത്തോ. 404 200 അല്ലേ ടൈറ്റില്. ആ രണ്ടിന്റെയും ബേസ് ചെയ്തുള്ള റിപ്പോർട്ട് 404 and 200 എന്ന് പറഞ്ഞു. ഇഷ്ടമുള്ള കൊടുക്കാം, യാതൊരു പ്രശ്നമില്ല. ഇതിനകത്ത് നമുക്ക് ഡാറ്റ എന്ന് പറഞ്ഞാൽ 404 and 200. എന്നിട്ട് താഴെ സേവ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യണ്ട.
ആൻഡ് വ്യൂ ആണോ? വ്യൂ അത് വ്യൂ കൊടുത്തു കണ്ടിന്യൂ. വ്യൂ കൊടുത്തു വ്യൂ കൊടുത്തു വ്യൂ കൊടുത്തു. അപ്പൊ ഏകദേശം ആ റിപ്പോർട്ട് കാണാൻ പറ്റും. കണ്ടോ? ഓക്കെ, ഈ റിപ്പോർട്ട് കാണാൻ പറ്റും. എന്നിട്ട് ഇത് നമ്മൾ ആഡ് ടു ഡാഷ്ബോർഡ് കൊടുക്കുക. ആഡ് ടു ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇല്ലെങ്കിൽ ഡൗൺലോഡും ചെയ്യാം കേട്ടോ. ഇല്ല, ആദ്യം ഡൗൺലോഡ് ചെയ്യാം. പോയിന്റർ മാറ്റാം അവിടുന്ന്. എന്നിട്ട് താഴെ ഡൗൺലോഡ് പറഞ്ഞില്ല, എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഡൗൺലോഡ് ചെയ്യാനും പറ്റും, എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ CSV ഫയലിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. ആ CSV ഫയല് ഓക്കെ, ഇനി ഒന്ന് ക്ലിക്ക് ചെയ്ത CSV ഫയൽ അല്ലാതെ വേറെ വല്ല ഫയൽ ഉണ്ടോ നോക്കി എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത്. വേറെ ഉണ്ട് സാറേ, നമ്മുടെ മറ്റേ XML JSON ഒക്കെ ഉണ്ട്, PDF ഉണ്ട്. PDF ഉണ്ട്. ഓക്കെ, PDF ക്ലിക്ക് ചെയ്തു. അപ്പൊ PDF ഇടാം. അപ്പൊ ഇങ്ങനെ റിപ്പോർട്ട് ഡൗൺലോഡ് വരും. അത് PDF കൺവേർട്ട് ചെയ്ത് വരും. പിന്നെ ഫ്രീ വെർഷൻ അല്ലേ അതിന്റെ ആദ്യം വന്ന് PDF ഓപ്പൺ ചെയ്ത് നോക്കണോ? നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മോണോഗ്രാഫ് ഓക്കെ, സ്പ്ലങ്ക് ഓക്കെ, ഇരിക്കട്ടെ, ആവശ്യം വരും. ഇപ്പൊ റിപ്പോർട്ടൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇത് എന്റെ ഗിറ്റ്ഹബ് ആണല്ലോ. അതന്നെ. അപ്പൊ ഇനി ആഡ് ടു ഡാഷ്ബോർഡ് കൊടുത്ത മേളില്. അപ്പൊ ഡാഷ്ബോർഡിലോട്ട് ആഡ് ആവും. ആഡ് ടു ഡാഷ്ബോർഡ്, ന്യൂ ഡാഷ്ബോർഡോ? എക്സിറ്റിംഗ് ഡാഷ്ബോർഡ് കൊടുക്കാം. ന്യൂ കൊടുത്തു, കുഴപ്പമില്ല. ന്യൂ കൊടുത്തു. ഓക്കെ, ലൈൻ അത് മതി. സ്റ്റാറ്റിസ്റ്റിക് ടേബിൾ മതി. ലൈൻ ചാർട്ട് സ്റ്റാറ്റിസ്റ്റിക് ടേബിൾ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ടൈറ്റിൽ കൊടുക്കുക, പേര് കൊടുക്കുക. 200 ഏറ്റവും മേളി ടൈറ്റിൽ, ഏറ്റവും മേളി ഇതേടാ ഡാഷ്ബോർഡ് ടൈറ്റിൽ ഉണ്ട്, ഏറ്റവും മേളി അതന്നെ. ആ ടൈറ്റിൽ കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ പാനൽ ടൈറ്റിൽ കൊടുക്കാം. 200. എന്നിട്ട് പാനൽ ടൈറ്റിലിൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ് ചുമ്മാ എന്തെങ്കിലും ഒരു പേര് കൊടുത്തത്. പാനൽ ടൈറ്റിൽ സേവ് കൊടുക്കട്ടെ. അതന്നെ, സേവ് കൊടുത്തു. ക്ലാസിക് ഡാഷ്ബോർഡ് കൊടുത്താൽ മതി. ക്ലാസിക് കണ്ട, ക്ലാസിക് അവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി സേവ് എന്ന് പറഞ്ഞു കൊടുത്തേ. വ്യൂ ഡാഷ്ബോർഡ് 404 ആൻഡ് ഓക്കെ, നമ്മളിപ്പോ കിട്ടിയ ജനറേറ്റ് ചെയ്ത റിപ്പോർട്ടുകളാണ്. അതന്നെ. ഇപ്പൊ 404ഉം എൻറ്റയർ ഡാഷ്ബോർഡ് ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഈ ഒരു 404 ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അല്ലേ? ഇന്നലെ ഇന്നുമായിട്ട് ആ ക്ലാസ്സിലെ എങ്ങനെയാണ് ഇൻസ്റ്റാളേഷന്, എങ്ങനെ റൺ ചെയ്യിപ്പിച്ച, പിന്നെ ഇതിനകത്ത് എങ്ങനെ ലോഗ് ഫയൽ എങ്ങനെ വായിക്കാൻ പറ്റും, എങ്ങനെയാണ് ആ സെർച്ച് ബോക്സ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അത് വെച്ച് ഒരു ഗംഭീര പ്രൊജക്ട് ഉണ്ടാക്കി, ഒരു വീഡിയോ ഉണ്ടാക്കി ലിങ്ക്ഡിനും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്തേരെ. എന്നിട്ട് ടൈറ്റിൽ സ്പ്ലങ്ക് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കൂടി ഇടാം. കംപ്ലീറ്റ് എന്തായാലും ചെയ്തേ പറ്റും. ഞാൻ CV അമ്മമാരെ തള്ളി വെച്ചേക്കും. പക്ഷെ ചെയ്തിട്ടും ഉണ്ട് കേട്ടോ. അപ്പം യാതൊരു പ്രശ്നമില്ല. അതന്നെ. പിന്നല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്താണ് ശരിക്കും പറഞ്ഞാൽ ഇത് പഠിക്കണേ. സ്പ്ലങ്ങും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങും ഇല്ല. ഇതിന്റെ പഠിത്തം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഫുൾ എന്താ ചെറിയ കോഴ്സിന് വരെ 10,000 രൂപ ഇതിന്റെ സ്പ്ലങ്ക് മാത്രമേ ഇട്ട്. അപ്പൊ എന്തായാലും അതന്നെ, ഞാൻ എല്ലായിടത്തും പോയി നോക്കിയായിരുന്നടാ, എല്ലാം തപ്പി നോക്കി. അങ്ങനെ ലാസ്റ്റ് കിട്ടിയതാണ് ഈ ഒരു വഴി എന്ന് പറഞ്ഞ. ഇതിപ്പോ 90 ഡേയ്സ് വരെ ഫ്രീ ആണല്ലേ? ഇത് 90 ഡേയ്സ് വരെ ഫ്രീ ആണ്. അപ്പൊ എത്ര വേണമെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യാം 90 ഡേയ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു അക്കൗണ്ട് തുടങ്ങിയാൽ മതി. വേറെ ജിമെയിൽ ചെയ്യാം. അതന്നെ. അപ്പൊ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോ ഡോക്യുമെന്റ് വായിച്ചു നോക്കിയപ്പോ ഈവൻ ദോ 90 ഡേയ്സ് കഴിഞ്ഞാലും എന്നാലും പോലും ആ സർവീസ് എല്ലാം ഇപ്പോഴും റണ്ണിങ് ആയിരിക്കും. റണ്ണിങ് ആയിരിക്കും. അത് യാതൊരു പ്രശ്നമില്ല. അഥവാ ഇല്ലെങ്കിൽ മാത്രം വേറൊരു ജിമെയിൽ വീണ്ടും ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോ ഈ നാളെ മുതൽ സ്പ്ലങ്ക് ഞാൻ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ പവർഷെൽ ഓപ്പൺ ചെയ്ത് ആ കമാൻഡ് കൊടുക്കുക. പവർഷെല്ലിൽ കൊടുത്തിട്ട് യൂസർ മുഹമ്മദ് ഖാൻ ലോഗ് ജനറേറ്റർ അവിടെ പോയിട്ട് ആ 3 അത് കഴിഞ്ഞ് ആ ജനറേറ്ററിന്റെ ആ ഡോട്ടിന്റെ കമാൻഡും പിന്നെ PWD കമാൻഡും പിന്നെ ഞാനിപ്പോ അയച്ചേക്കണ കമാൻഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചെന്നാലും മതി കേട്ടോ.
ഓക്കെ. അപ്പൊ എന്തായാലും റെസ്യൂം എല്ലാം ബിൽഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് ഈ പ്രോജക്ട് ഇതിന്റെ ഒരു വീഡിയോ എനിക്കൊന്ന് അയച്ചു തരാം കേട്ടോ, സ്പ്ലങ്കിന്റെ. അത് ഞാൻ അയച്ചു തരാം സാർ, അയച്ചു തരാം. മറ്റേ ഗിറ്റ്ഹബിന്റെ മറ്റേ ഈ പ്രൊജക്ടിന്റെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ സാറിന് അതിന്റെ അതൊന്ന് അയച്ചു തരാം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സ്പ്ലങ്കിന്റെ എന്തായാലും എറർ വരും, എറർ വരുമ്പോ സ്ക്രീൻഷോട്ട് അയച്ചു തരാം കേട്ടോ. ഓക്കെ സാർ, ഞാൻ അയച്ചു അതും തരാം. കാരണം അഥവാ എറർ വല്ലതും വരുവാണെങ്കിൽ, കമാൻഡ്സ് എറർ വല്ലതും വരുവാണെങ്കിൽ എന്തായാലും വരുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നീ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. ഓക്കെ ഓക്കെ ഓക്കെടാ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ സാർ. താങ്ക് യു.